ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അമീൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ബയോമോളിക്യൂൾസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, അമീൻസിൽ ടോട്ടൽ ആ ചാപ്റ്റർ ഒന്ന് നോക്കാം കേട്ടോ. ഫുൾ ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റ് ഒന്ന് ഓർഡറിൽ ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഈ ചാപ്റ്ററും കൂടി ഉള്ളൂ, ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് തന്നെ റിവിഷൻ തുടങ്ങും. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ ആ റിവിഷൻ ഒക്കെ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ അമീൻസിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും ആണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെറിഷറി അമീൻ. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് നോമൻക്ലേച്ചർ ആണ് ആദ്യം പോവുക. ദെൻ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് അമീൻ ആണ്. അമീന്റെ പ്രിപ്പറേഷൻ മെയിൻ ആയിട്ട് 6 ഹെഡിങ് ആണ് വരുന്നത്. 6 ഹെഡിങ്. ഓക്കെ, ആ 6 ഹെഡിങ്ങിൽ ഫസ്റ്റ് വരുന്നത് ഫ്രം നൈട്രോ കോമ്പൗണ്ട്. അങ്ങനെയാ, പക്ഷെ ഞാനൊന്ന് മാറ്റും അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. റിഡക്ഷൻ ഓഫ് ഫസ്റ്റ് നൈട്രോ കോമ്പൗണ്ട്, റിഡക്ഷൻ ഓഫ് അമൈഡ്, റിഡക്ഷൻ ഓഫ് പറഞ്ഞുകൂടിയുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സയനൈഡ് ഉണ്ടോ? അങ്ങനെ 3 റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അമീൻസ് കിട്ടും. ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അമീൻസിന്റെ പ്രിപ്പറേഷൻ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? റിഡക്ഷൻ ഓഫ് എന്ന് പറഞ്ഞേ നൈട്രോ, സയനൈഡ്, അമൈഡ് അല്ലെ? 3 ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് 3 നെയിമിംഗ് റിയാക്ഷൻസ് ആണ്. അതില് ഫസ്റ്റ് ഫോർത്ത് വരുന്നത് അമോണോലിസിസ് റിയാക്ഷൻ, അമോണോലിസിസ് റിയാക്ഷൻ. ദെൻ ഫിഫ്ത്ത് വരുന്നത് ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ദെൻ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. അങ്ങനെ 6 ഹെഡിങ്സ് ആണ് ഈ ചാപ്റ്ററിൽ പ്രിപ്പറേഷൻസിൽ വരുന്നത്. പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഫിസിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ. അതിൽ ബോയിലിംഗ് പോയിന്റ് ആർക്കായിരിക്കും ഹൈയസ്റ്റ്? പ്രൈമറിക്ക് ആയിരിക്കും, സെക്കൻഡറിക്ക് ആയിരിക്കും, ടെറിഷറിക്ക് ആയിരിക്കും? ആർക്കായിരിക്കും? വെറുതെ പ്രൈമറി കണ്ടോ. പ്രൈമറി അമീൻ ആണ് ഏറ്റവും ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. കാരണം എന്താ? അതിൽ NH2 ഗ്രൂപ്പ് ഉണ്ട്. NH2 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ അല്ലെ? അപ്പൊ ഇന്റർ മോളിക്കുലർ എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് ആർക്ക്? പ്രൈമറിക്ക് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് പ്രൈമറിക്ക് ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും. ആരെക്കാളും? സെക്കൻഡറിനേക്കാളും ടെറിഷറിനേക്കാളും. ഈ NH വന്ന സെക്കൻഡറിയാണ്, N വന്ന ടെറിഷറി. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ സോലുബിലിറ്റി. അതുപോലെ പ്രൈമറി അമീൻ വാട്ടറിൽ സോലുബിൾ ആവും. അപ്പോൾ ആ ഒരു ഏരിയ ക്ലിയർ ആയി ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ ആദ്യം എന്താ വരുന്നത്? നോമൻക്ലേച്ചർ അല്ലെ? പിന്നെ എന്തായിരുന്നു? പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി. ഏകദേശം ഇത്രയും ആയിരിക്കും നമുക്ക് ഇന്നത്തെ മെയിൻ ആയിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. ചെറിയ ചാപ്റ്റർ ആണത്. കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് അമീൻസ് ആണ് വരുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഒരു ടോപ്പിക് ഭയങ്കര ഡീറ്റെയിൽ ആണ്, ബേസിക് നേച്ചർ ഓഫ് അമീൻ എന്ന് പറയുന്നത്. ബേസിക് നേച്ചർ ഓഫ് അമീൻ, ബേസിക് നേച്ചറിൽ കുറെ കോൺട്രഡിക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അതാണ് അതിൽ ആദ്യത്തെ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് അസൈലേഷൻ, ആൽക്കൈലേഷൻ എന്നൊക്കെ പറയുന്ന ഹെഡിങ് ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പേരുള്ള റിയാക്ഷൻ വരുന്നുണ്ട്. എന്തായിരുന്നു? ഗുഡ്, അവിടെ പറഞ്ഞു. എന്തായിരുന്നു? നെയിമിംഗ് റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആനന്ദ് ശ്യാം ജോയിൻ ചെയ്തല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഈ പേരുള്ള റിയാക്ഷൻ എന്താ? ആണോ? സയൻസ് പറഞ്ഞു അല്ലെ? എന്തായിരുന്നു? കാർബൈൽ അമീൻ റിയാക്ഷൻ, കാർബൈൽ അമീൻ റിയാക്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഇതിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീന്റെ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആണ്. ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റിൽ എന്തായിരുന്നു ഉപയോഗിക്കുന്നത്? എന്ത് റിയേജന്റ് ആണ്? ഹിൻസ്ബർഗ് റിയേജന്റ് അല്ലെ? ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് C6H5SO2Cl അല്ലെ? ഹിൻസ്ബർഗ് റിയേജന്റ് യൂസ് ചെയ്യും. ദെൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? അനലിൻ. അനലിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ്, അതിന്റെ റിയാക്ഷൻസ് ആണ്. അനലിലേക്ക് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നൈട്രേഷൻ ചെയ്യുന്നു. ഓർത്ത് വെക്കാം. അങ്ങനെ പറയുന്ന റിയാക്ഷൻസ് ആണ്. അത്ര എത്തി കഴിയുമ്പോഴേക്കും എന്ത് കഴിയാണ്? അമീൻ എന്ന് പറയുന്ന ഏരിയ കഴിയും. പിന്നെ ഈ ചാപ്റ്ററിൽ വേറൊരു ഹെഡിങ് ഉണ്ട്. അതെന്താ? ഡയസോണിയം സോൾട്ട്. ഡയസോണിയം സോൾട്ട് നമ്മൾ വലിയൊരു ചാർട്ടൊക്കെ വെച്ചിട്ടാണ് എഴുതി ക്ലിയർ ചെയ്ത് പോവുക. കാരണം അതിൽ പേരുള്ള റിയാക്ഷൻസും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. അമീൻസ്. ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാര് ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ് ഒന്ന് ഓർഡറിൽ ഫുള്ള് പറയാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻസിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പൊ വന്നേക്കുന്നതാണ് നമ്മൾ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബ്രീഫാണ് ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്നത്, ടോട്ടൽ കണ്ടന്റ് കേട്ടോ. ഓക്കെ, ദെൻ അതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നോമൻക്ലേച്ചർ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമീൻ. രണ്ടും കൂടി ഒരുമിച്ചാക്കിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമീൻ. ഫസ്റ്റ് ഹെഡിങ് പ്രൈമറി അമീൻ കേട്ടോ. ഓർത്ത് നോക്കുക. പ്രൈമറി,
സെക്കൻഡറി, ടെറിഷറി എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. പ്രൈമറി അമീൻ, പ്രൈമറി അമീൻ, പ്രൈമറി അമീൻസ്. അതിന്റെ ജനറൽ ഫോർമുല RnH2, RnH2 അതാണ് പ്രൈമറി അമീൻ. ഓക്കെ, RnH2 പ്രൈമറി അമീൻ, പ്രൈമറി അമീൻ. ദെൻ പ്രൈമറി അമീൻ എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ടാവും. NH2 കണ്ടു കഴിഞ്ഞാൽ അത് പ്രൈമറി അമീൻ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് പ്രൈമറി അമീൻ നമുക്ക് ഫസ്റ്റ് ഓരോന്നായിട്ട് എഴുതി പോവാം. എക്സാമ്പിൾ ആണ് ഓരോന്നായിട്ട്. CH3NH2, CH3NH2 എന്തായിരിക്കും എന്റെ പേര്? അല്ലെ, മീഥൈലമീൻ എന്നല്ല, മെത്തനമീൻ. ഒറ്റയടിക്ക് അങ്ങ് പറയണം കേട്ടോ, ഓർത്ത് നോക്കാം. മെത്തനമീൻ, മെത്തനമീൻ. Then നെക്സ്റ്റ് എന്തായിരിക്കും? CH3 CH2NH2 എന്തായിരിക്കും? എത്തനമീൻ അല്ലെ? എത്തനമീൻ. ഈഥൈലമീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? ഈഥൈലമീൻ എന്നും പറയും, കോമൺ നെയിം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്നൊന്നും പറയണ്ട. ഈഥൈലമീൻ എന്താ? കോമൺ നെയിം അല്ലേ? അപ്പൊ നമ്മൾ വീട്ടിൽ ഇയാളൊക്കെ വിളിക്കുന്ന പേര് പോലെ അല്ലേ, ഓർത്ത് നോക്കുക. എന്ന് കരുതിയത് തെറ്റാണോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോ അറിയില്ലേ ഇയാളുടെ വീട്ടില്? കേട്ടോ, ഓക്കെ, ഈഥൈലമീൻ. ദെൻ അതുപോലെയാണ് കോമൺ നെയിം. കോമൺ നെയിം തെറ്റൊന്നുമല്ല, പക്ഷെ അല്ലേ, ഒതന്റിക് ആയിട്ട് സ്കൂളിൽ നമുക്ക് എക്സാമിനൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോ ഓർത്ത് നോക്കുക. അടുത്ത പേരെന്തായിരിക്കും? പ്രൊപ്പനമീൻ, പ്രൊപ്പനമീൻ. നെക്സ്റ്റ് പ്രൊപ്പനമീൻ. അടുത്തത് എഴുതുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോ. CH3 NH2 H ഇല്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ NH2 അറ്റാച്ച് ചെയ്ത കാർബൺ അനദർ 3 അങ്ങനെ വന്നാൽ ടെറിഷറി പോലെയൊക്കെ ഇരിക്കും. ആൽക്കഹോൾ ആണെങ്കിൽ ടെറിഷറി ആൽക്കഹോളാണ്, പക്ഷെ ഇത് പ്രൈമറിയാ. അപ്പോ ഇതെന്തായിരുന്നു? പ്രൈമറി അമീന. NH2 നോക്കിയിട്ടാണ് പ്രൈമറി. അപ്പൊ പ്രൈമറിയുടെ അണ്ടറിലാണ് ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ പണ്ടത്തെ റൂൾ എന്തായിരുന്നു? ലോങ് ചെയിൻ അല്ലെ? ലോങ് ചെയിൻ, ഇതാണ് ലോങ് ചെയിൻ. 1 2 3. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? 2-methyl പ്രൊപ്പൻ. അങ്ങനെയാണെങ്കിൽ ഇതാവൂല്ലേ? പ്രൊപ്പൻ ഏത് പൊസിഷനിലാണ് NH2 വന്നേക്കുന്നത്? പ്രൊപ്പൻ 2 അമീൻ കേട്ടോ, ഓർത്ത് നോക്കുക. സെക്കൻഡ് പൊസിഷനിൽ പൊസിഷൻ പറയാണ് നമ്മള്. അപ്പൊ ക്ലിയർ ആയിട്ട് കൊണ്ടുവരിക. ഇത് വരുമ്പോ എന്തായിരിക്കും? 2-methyl കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കുക. ഈ സെക്കൻഡ് പൊസിഷനിൽ CH3 ബ്രാഞ്ച് ആയി വന്നു കേട്ടോ, ഓർത്ത് നോക്കുക. 2-methyl പ്രൊപ്പൻ 2 അമീൻ, പ്രൊപ്പൻ 2 അമീൻ. അപ്പൊ പ്രൈമറി അമീൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്തായിരിക്കും? സെക്കൻഡറി അമീൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവാം. സെക്കൻഡറി അമീൻ. പ്രൈമറി അമീൻ എക്സാമ്പിൾസ് എല്ലാവരും എടുത്ത് എഴുതണം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കണം. ഇത് കണ്ടോ, സെക്കൻഡ് പൊസിഷനിൽ NH2 വന്നു കേട്ടോ, ഓർത്ത് നോക്കാം. NH2 വന്നു. കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ, അല്ലാതെ ഇത് വെറുതെ എഴുതണം അല്ല, ഞാൻ ചോദിക്കും, അപ്പൊ കിട്ടണം. ഇത് കണ്ടോ, സെക്കൻഡ് പൊസിഷനിൽ CH3 വന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്ത സെക്കൻഡറി അമീൻ ആണ്. സെക്കൻഡറി വരുമ്പോൾ എന്തായിരിക്കും? അല്ലെ, സെക്കൻഡറി ആണ്. സെക്കൻഡറിയിൽ NH ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല എഴുതാം. R2NH. ഓക്കെ, R2NH. ഇവിടെ നോക്കിയേ, പ്രൈമറിയിൽ NH2, സെക്കൻഡറിയിൽ എന്തായിരുന്നു? NH. അപ്പൊ 2 പ്രാവശ്യം R വരും എന്നിലേക്ക് കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇത് കണ്ടോ, R ഈ എന്നിൽ ജോയിൻ ചെയ്തു. ഇവിടെയും ഒരു R, ഇവിടെ H വരും കണ്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ, അതാണ് R2NH എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, R2NH എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നോട്ടൊന്ന് നോക്കാം നമുക്ക്. CH3NH, CH3. ഇതിന്റെ പേരെന്തായിരിക്കും? ഈ CH3 ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് ആണ്, എന്നിലേക്കാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ N-methyl അമീനാണ് എടുക്കുന്നത് കേട്ടോ. N-methyl
കണ്ടോ? എൻ മീഥൈൽ വരാൻ കാരണം എന്താ? ഈ CH3 ഗ്രൂപ്പ് എന്നിലേക്കാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എൻ മീഥൈൽ വലിയ പാരന്റ് ചെയിൻ ആയിട്ടുള്ളത് ഒരു CH3 ആണ്. അപ്പൊ എന്ത് വിളിക്കും? മെത്തനമീൻ. എൻ മീഥൈൽ മെത്തനമീൻ. അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സെക്കൻഡറി ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച്, ഈ എൻ കണ്ടാൽ, ക്യാപിറ്റൽ എൻ കണ്ടോ? ഓക്കെ, ഈ CH3 ഗ്രൂപ്പ് എന്നിലേക്കാണ്. പണ്ട് നമ്മള് ജോയിൻ ചെയ്തേക്കുന്ന ആ ഗ്രൂപ്പ് പറയും അല്ലെ, ഇതൊരു സ്പെഷ്യൽ ആണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, എൻ മീഥൈൽ മെത്തനമീൻ. നെക്സ്റ്റ് അടുത്തത് നോക്കാം നമുക്ക്. CH3 CH2 പല രീതിയിൽ അവർ തരും, നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. NH CH2 CH3. എന്റെ പേരെന്തായിരിക്കും? ഇതിൽ രണ്ട് ചെയിൻ ഉണ്ട് അല്ലെ, എന്നിലേക്ക് ഈ ചെയിൻ ഉണ്ട്, ഈ ചെയിൻ ഉണ്ട്. ഇതിൽ ഏതാണോ ചെറിയ സ്മോൾ ചെയിൻ അത് ബ്രാഞ്ച് ആക്കി പറയണം. സ്മോൾ ചെയിൻ ഏതാണ്? ഈത്തൈൽ. അപ്പോ എൻ ഈത്തൈൽ, എൻ ഈത്തൈൽ, എൻ ഈത്തൈൽ അല്ലെ, ബ്രാഞ്ചായി വരുന്നത് YL ചേർത്ത് പറയണം. എൻ ഈത്തൈൽ പ്രൊപ്പനമീൻ. എൻ ഈത്തൈൽ പ്രൊപ്പനമീൻ. എൻ ഈത്തൈൽ പ്രൊപ്പനമീൻ. ക്ലിയർ ആണോ? എൻ ഈത്തൈൽ പ്രൊപ്പനമീൻ. ഓൺലൈനിൽ ഒരാളും കൂടി ജോയിൻ ചെയ്യും. എൻ ഈത്തൈൽ പ്രൊപ്പനമീൻ. എൻ ഈത്തൈൽ പ്രൊപ്പനമീൻ. ക്ലിയർ അല്ലേ കേട്ടോ? ഓക്കെ, അപ്പോ ഇതാണ് സെക്കൻഡറിയിൽ വരുന്നത് ഏരിയ വരുന്നത്. രണ്ട് സൈഡിലും വന്ന ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഉണ്ടോ? രണ്ട് സൈഡിലും വന്ന ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. സ്മോളർ ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് പറയാം. ഉണ്ടോ? സ്മോളർ ഗ്രൂപ്പ് ആണെങ്കിൽ അവരാണ് ആദ്യം ബ്രാഞ്ച് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ആദ്യം ബ്രാഞ്ച് ആയിട്ട് വരാം. ഇല്ല, ഇത് ഇവിടെ നിന്നാണ് പറഞ്ഞത് കേട്ടോ. വേഗം എടുത്ത് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ സ്പേസ് വിട്ടാലും മതി. ദെൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരെണ്ണം കൂടി എന്റെ താഴെ എഴുതാം. ഇത് ഇങ്ങനെ തരാം. CH3 CH2 ഒന്നും തരാതെ C2H5 C2H5 twice NH. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവര് ചോദിക്കുന്നത്. C2H5 twice NH. അപ്പൊ നമ്മളതൊന്ന് ബ്രാഞ്ച് ആക്കി കറക്റ്റ് ആക്കി എഴുതാം. എങ്ങനെയായിരിക്കും? CH3 CH2 NH ഇവിടെ എഴുതാം, അല്ലെങ്കിൽ താഴേക്ക് എഴുതാം അല്ലെ, ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. എന്തായിരിക്കും? CH2 CH3 ഉണ്ടോ? അപ്പൊ അവർ തരുന്ന ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യനില്, നമ്മൾ അതുപോലെ കറക്റ്റ് ആക്കി എഴുതി. ഇനി എന്തായിരിക്കും എന്റെ പേര്? എൻ ഈഥൈൽ. വേഗം എഴുതാം കേട്ടോ. എൻ ഈഥൈൽ എത്തനമീൻ. എൻ ഈഥൈൽ എത്തനമീൻ. എൻ ക്യാപിറ്റൽ ആണ് കേട്ടോ. എൻ ഈഥൈൽ എത്തനമീൻ. എൻ ഈഥൈൽ എത്തനമീൻ. അപ്പൊ പ്രൈമറി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡറിയിലേക്ക് പോവാം. സെക്കൻഡറി കഴിഞ്ഞു, ടെറിഷറി കേട്ടോ. ഓക്കെ, അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അങ്ങനെയാണ് അമീൻസിൽ വരുന്നത്. ടെറിഷറി അമീൻ. ടെറിഷറി അമീന്റെ ജനറൽ ഫോർമുല R3N. അവിടെ H ഇല്ല, കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോൾ ടെറിഷറി അമീനുമായിട്ട് വരുന്ന ഗീവ് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് NH ബോണ്ട് അങ്ങനെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോ R3N ആണ് ടെറിഷറിയുടെ ജനറൽ ഫോർമുല ആയിട്ട് വരുന്നത്. R3N എന്ന് പറഞ്ഞാൽ N സറൗണ്ടിങ് ആയിട്ട് 3R ഗ്രൂപ്പ് ഉണ്ടാവും, H ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, അപ്പോ ഇതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ളത് CH3 thrice N. ഇങ്ങനെയായിരിക്കും അവർ തരുന്നത്. അപ്പൊ എങ്ങനെ എഴുതും നിങ്ങൾ? CH3 thrice N എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും? CH3 N ടോപ്പിലോ താഴെ എവിടെ വേണമെങ്കിലും എഴുതാം കേട്ടോ. CH3 CH3. അപ്പോ ഇതിൽ ഒരെണ്ണം പാരന്റ്, അത് സ്മോളർ ചെയിൻ ആണ്, പക്ഷെ ഇവിടെ എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോ മീഥൈൽ അല്ലെ, N മീഥൈൽ N മീഥൈൽ രണ്ട് പ്രാവശ്യം വന്നാൽ നമുക്ക് എന്ത് വിളിക്കാം? ഡൈമീഥൈൽ. അപ്പോ എഴുതുന്നത് N, N എന്തെഴുതണം? ഡൈ മീഥൈൽ. N, N ഡൈ മീഥൈൽ എന്ത് വിളിക്കും? മെത്തൻ അമീൻ. മെത്തനമീൻ. N, N
ഡൈമീഥൈൽ മെത്തനമീൻ. N, N ഡൈമീഥൈൽ മെത്തനമീൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവതാണെങ്കിൽ ചോദിക്കണം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കൂടുതലുള്ളത്, അതുകൊണ്ട് അവരോട് തന്നെയായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. നിങ്ങൾ കേട്ടോ, അലേർട്ടായിട്ടിരിക്കുക, ക്ലിയർ ആയിട്ട് വേഗം ചോദിക്കൂ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, CH3 CH2 CH2N. CH3 CH2 CH3. കണ്ടോ, അപ്പോൾ ഇവിടെ N ആണ് ഇത് വന്നു കണ്ടോ. അപ്പൊ ഈ സെക്കൻഡറിയും പ്രൈമറിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. ഇവിടെ N ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, 2 പ്രാവശ്യം N-ലേക്ക് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ആരായിരിക്കും പാരന്റ് ചെയിൻ? 1 2 3 അല്ലേ, അത് വന്നിട്ടുണ്ട്, അത് പാരന്റ് ചെയിൻ ആയിട്ട് എടുക്കും. ഇവിടെ എത്രയേ ഉള്ളൂ, 1 2 അല്ലേ, ഇവിടെ 1. ലോങ് ചെയിൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം അതിന്റെ ഇടയിൽ എന്തുണ്ട്, N ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ 1 2 3 4 5 6 അങ്ങനെയൊക്കെ എടുക്കും അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, N. ലോങ് ചെയിൻ കാർബൺ ആറ്റത്തിന്റെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ N-ന്റെ സറൗണ്ടിങ് ആയിട്ട് വരുന്നതിൽ ഇതാണ് പാരന്റ് ചെയിൻ. അപ്പൊ പാരന്റ് ചെയിന്റെ നമ്പർ നമ്മൾ ഇടും അല്ലേ. ഓക്കെ, പാരന്റ് ചെയിന്റെ നമ്പർ ഇതാണ് 1 2 3 അല്ലേ, ഇതാണ് പാരന്റ് ചെയിൻ. ഇനി ഈ N അല്ലെ, ഇതാണ് മെയിൻ. ഈ N-ലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട്, ഇത് 2 വന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനെ പറയുന്നത്? N മീഥൈലുണ്ട്, ഈഥൈലുണ്ട്, ആരെ പറയും? ഈഥൈൽ, കാരണം ആൽഫബറ്റിക് റൂൾ അല്ലെ. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? N ഈഥൈൽ, N മീഥൈൽ എന്തായിരിക്കും? പ്രൊപ്പനമീൻ കേട്ടോ. ഓക്കെ, 1 ആയതുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പ്രൊപ്പനമീൻ. N ഈഥൈൽ എത്തനമീൻ. അമീൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഒരെണ്ണം എന്ന പ്രൈമറി, അതാണ് ഇതിൽ കേട്ടോ. ഉണ്ടോ, ഓർത്ത് നോക്കണം കേട്ടോ. സെക്കൻഡറി കാണുമ്പോൾ N വരും അല്ലേ. കാരണം ആ ഗ്രൂപ്പ് അതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലുള്ള പൊസിഷൻസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ. മെത്തേഡ് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു പോകണം, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ മെയിൻ ആയിട്ട് ഇത്രയാണ് വന്നേക്കുന്നത്. ഹോംവർക്ക് തരും, ഇപ്പൊ ചെയ്യേണ്ട എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറയും. എഴുതരുത് കേട്ടോ, ദയവായിട്ട് നിങ്ങൾ എഴുതരുത്. വീട്ടിൽ പോയിട്ട് ഞാനിവിടെ എഴുതും, എന്നിട്ട് അതിന്റെ ആൻസർ ഒക്കെ പറഞ്ഞു തരും. വീട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം ഇപ്പൊ നിങ്ങൾക്കത് ആയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ അത് എഴുതി അങ്ങനെ പോയിട്ട് കാര്യമില്ല. വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിക്കാവോ അതെന്തായിരിക്കും പേര്, എററൊക്കെ വന്നോട്ടെ കേട്ടോ. അപ്പൊ ഹോംവർക്ക് ആണ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കൊരു ഹോംവർക്കിലേക്ക് വരാം. അപ്പൊ ക്ലാസിഫിക്കേഷന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ എഴുതി അല്ലേ. ഓക്കെ, ഇനി അതിലെങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ വരാം എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഇപ്പൊ ഞാൻ അതിന്റെ ആൻസർ അടക്കം പറയും കേട്ടോ. ഓക്കെ, കാരണം അതിന്റെ മെത്തേഡും എല്ലാം പറയും. ക്ലാസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് അപ്പൊ തന്നെ ആൻസർ എഴുതി വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പൊ വേഗം കഴിയും ചെയ്യാം പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോംവർക്ക് ഒന്ന് എഴുതി വെച്ചാൽ എല്ലാവരും ഹോംവർക്ക് ഒന്ന് എഴുതി കേട്ടോ. ഹോംവർക്ക് നോമൻക്ലേച്ചർ ആണ്, അതിന്റെ ഹോംവർക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ.
ആൻസർ പറഞ്ഞു തന്നേക്കാം. കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോവാ. ഇക്വേഷൻ മാത്രം എഴുതി ആൻസർ എഴുതണ്ട. നിങ്ങൾ വീട്ടിൽ കുറച്ച് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിത് പറയണപ്പോൾ നിങ്ങൾ പറഞ്ഞു പോകുന്നു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ NH2 ആണെന്ന് ഒബ്സർവ് ചെയ്യുന്നു കേട്ടോ. ഓർത്തോ, ആദ്യം ഞാൻ പറയാം, നിങ്ങൾ മെത്തേഡ് ഓഫ് തിങ്കിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയാ. NH2 കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് പ്രൈമറി അമീൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏത് ക്വസ്റ്റൻസ് ആയാലും NH2 ഉണ്ട്, പ്രൈമറി ആണ്. ഇത് NH2 ഉണ്ടോ, പ്രൈമറി ആണ്. ഇത് N ആണ്, ടെറിഷറി ആണ്. NH ആണ്, സെക്കൻഡറി ആണ്. ഇതാണ് ഒബ്സർവേഷന്റെ ഫസ്റ്റ് ഈ അമീനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ദെൻ നെക്സ്റ്റ്, ഇവിടെ പ്രൈമറി ആണ് എങ്കിൽ ലോങ് ചെയിൻ കൺസിഡർ ചെയ്യുക. ഏതായിരിക്കും ലോങ് ചെയിൻ? ഇവിടെ നിന്ന് എടുക്കൂ, ഇവിടെ നിന്ന് എടുക്കൂ. ഇവിടെ നിന്ന് ആണോ? ഇവിടെ 1 2 3 4 5 6 പ്രയോറിറ്റി റൂൾ അനുസരിച്ചിട്ട് ഇതിന് തേർഡ് പൊസിഷൻ ആണ് അല്ലെ. ഓക്കെ, ദെൻ ബ്രാഞ്ചിനും പൊസിഷൻസ് നോക്കാം. അപ്പൊ എന്താണ് ഇവിടെ വന്നു അല്ലെ. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പറയുന്ന പോലെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ട. ക്വസ്റ്റ്യൻസ് മാത്രം എല്ലാവരും എഴുതിയെന്ന് കരുതാം കേട്ടോ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കുക. 2-ല് CH3 ഉണ്ട്, അപ്പൊ എന്തായിരിക്കും? 2 മീതയിലാണ്. 3-ലും CH3 ഉണ്ട്, അപ്പൊ 2,3 ഡൈ മീതൈൽ എന്ത് വിളിക്കും? ഹെക്സൻ 3 അമീൻ. ഹെക്സൻ 3 അമീൻ. തേർഡ് പൊസിഷനിലാണ് NH2 വന്നേക്കുന്നത്. അപ്പൊ ഹെക്സൻ 3 അമീൻ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ. ദെൻ ഇത് ബെൻസീൻ ആണ്. ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ NH2 വന്നാൽ അതിനെ വിളിക്കുന്ന പേര് അനലിൻ എന്നാണ്. എന്താ വിളിക്കുന്നത്? അനലിൻ. ഇനി ടെക്സ്റ്റ് ബുക്കില് അനലിൻ ഓർ ബെൻസനമീൻ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, അനലിൻ ഓർ ബെൻസനമീൻ. എങ്കിലും നിങ്ങൾ എല്ലാ സ്ഥലത്തും അനലിൻ യൂസ് ചെയ്യാതാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. ഓക്കെ, അപ്പൊ ഇത് അനലിനാണ്. ബെൻസീൻ ഇങ്ങനെ മുകളിൽ NH2 വന്നേക്കുന്നത്. ദെൻ 1 2 3 തേർഡ് പൊസിഷനിൽ ആര് വന്നു? CH3. അപ്പൊ എന്ത് വിളിക്കും? 3 മീതൈൽ അനലിൻ. 3 മീതൈൽ അനലിൻ. ഇനി ഇവിടെ നോക്കുക, ഇതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. പ്രയോറിറ്റി അനുസരിച്ച് 1 2 3 4 5. അപ്പൊ ഇത് എന്തായിരിക്കും? 2 ഈതൈൽ. സോറി, മീതൈൽ ആണ് കേട്ടോ. CH3 ആണ്. അപ്പൊ എന്തായിരിക്കും? 2 മീതൈൽ സൈക്ലോ പെന്റൻ അമീൻ അല്ലെ. സൈക്ലോ പെന്റൻ അമീൻ. ഓക്കെ, നെക്സ്റ്റ് ഇത് ടെറിഷറി ആണ് അല്ലെ. അപ്പൊ ബിഗർ ചെയിൻ ഏതാ? ഇതാണ് ബിഗർ ചെയിൻ. ഓക്കെ, അപ്പൊ ആ ബിഗർ ചെയിനെ ഇങ്ങനെ നമ്പർ ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കുക, ചില കുട്ടികൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യും, അവിടെ തെറ്റും. 1 2 3 4 1 2 3 4. ഓക്കെ, ഇതില് N എന്തുണ്ട്? ഇതുണ്ട് അല്ലെ. പക്ഷെ ഇതാണ് നമ്മുടെ എന്ത് വന്നേക്കുന്നത്? പാരന്റ് ചെയിൻ. ഇതുണ്ട്, ഇതാണ് പാരന്റ് ചെയിൻ. അപ്പോ N ഈതൈൽ, N മീതൈൽ, പിന്നെ എന്ത് വിളിക്കും? 2 മീതൈൽ ബ്യൂട്ടൻ 2 അമീൻ. സെക്കൻഡ് പൊസിഷനിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. പരമാവധി കോംപ്ലക്സിറ്റി ഞാൻ അതിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോ അത് ഓർത്ത് വെക്കുക കേട്ടോ. ഓർത്ത് വെക്കുക. കാരണം നമ്മൾ സബ് ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയാ? 11th ഒരു ബ്രാഞ്ചിന്റെ അണ്ടറിൽ വേറെ ബ്രാഞ്ച് വന്ന് അത് വീണ്ടും ബ്രാഞ്ച് വരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അത് അനുസരിച്ചിട്ടാണ് ഈ റൂൾ വരിക. അപ്പൊ ക്ലിയർ ആയിട്ട് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം. N ഈതൈൽ അല്ലെ, N മീതൈൽ അല്ലെ. പിന്നെന്താണ്? ഇതിന് ഒരുമിച്ചാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. ഓക്കെ, അപ്പോ 2 മീതൈൽ ബ്യൂട്ടൻ 2 അമീൻ കേട്ടോ. സെക്കൻഡ് പൊസിഷനിലാണ് അമീൻ വന്നേക്കുന്നത്. അപ്പൊ അതാണ് ടെറിഷറി എന്ന് പറയുന്ന ഒരു ഏരിയ. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൽ ആരാണ് പാരന്റ് ചെയിൻ? ഇവിടെ 2, ഇവിടെ 1 2 3 4. അപ്പൊ നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം. 1 2 3 4. ഓക്കെ, അങ്ങനെ വന്നാൽ എന്തായിരിക്കും? N ഈതൈൽ, പിന്നെ എന്ത് വിളിക്കണം? 2 മീതൈൽ ബ്യൂട്ടൻ അമീൻ. അല്ലെങ്കിൽ 1 കൂടി കൊടുക്കാൻ വേണമെങ്കിൽ ബ്യൂട്ടൻ 1 അമീൻ. 1-ന് നമ്മൾ 1 കൊടുക്കാറില്ല, കൊടുത്താൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നോമൻക്ലേച്ചർ ആയിട്ട് ഇത് വന്നേക്കുന്നത്. ഹോംവർക്ക് ആയിട്ട് വീട്ടിലിരുന്ന് ക്ലിയർ ആയിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരേണ്ട കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി അല്ലെ. ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ അല്ലെ, ഒരു നമ്മുടെ ക്ലാസ് ഒരു 1.5 hours കഴിയുമ്പോഴും അത് ബ്രെയിനിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെൽഫ് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക, പ്രിപ്പറേഷൻ ഓഫ് അമീൻ. പ്രിപ്പറേഷൻ ഓഫ് അമീൻ. അത് എഴുതണം, ഹോംവർക്കാണ്. വേഗം എഴുതുന്നത്. ആൻസർ എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞേ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇതെല്ലാം എഴുതണം കേട്ടോ. ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അടുത്തതിൽ പിന്നീട് ക്ലിയർ ചെയ്ത് പോകും.
എഴുതിയില്ലേ? നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, പ്രിപ്പറേഷൻ ഓഫ് അമീൻ. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക എല്ലാവരും. പ്രിപ്പറേഷൻ ഓഫ് അമീൻ. പ്രിപ്പറേഷൻ ഓഫ് അമീൻ. ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഫ്രം നൈട്രോ കോമ്പൗണ്ട്, ഫ്രം സയനൈഡ് അല്ലെങ്കിൽ ഓർ ഫ്രം നൈട്രൈൽ, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെയല്ല എഴുതുന്നത്. ഹെഡിങ്ങിൽ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 6 ഹെഡിങ്ങിൽ ആദ്യത്തെ 3 എന്ന് പറയുന്ന റിഡക്ഷൻ ഓഫ് എന്തൊക്കെയായിരുന്നു പറഞ്ഞേ, എന്നിട്ട് എഴുതുള്ളൂ. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, അമൈഡ്, സയനൈഡ് കേട്ടോ എന്ന് പറഞ്ഞേ. സയനൈഡ് അല്ലെ, ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അഭിനവ് വേഗം പറഞ്ഞു കേട്ടോ. ഓക്കെ, എന്തൊക്കെയായിരുന്നു റിഡക്ഷൻ ഓഫ് അഭിനവ്? പറഞ്ഞു. സയനൈഡ്, അമൈഡ്. അമൈഡ് കേട്ടോ. ജ്യോതിസ് വേഗം പറഞ്ഞെടുത്താള്. റിഡക്ഷൻ ഓഫ് സയനൈഡ്, നൈട്രൈൽ അല്ല നൈട്രോ കോമ്പൗണ്ട് കേട്ടോ. നൈട്രോ കോമ്പൗണ്ട്, റിഡക്ഷൻ ഓഫ് സയനൈഡ് ഓർ നൈട്രൈൽ കേട്ടോ. സയനൈഡിന്റെ വേറെ യുപാക് നെയിമാണ് നൈട്രൈൽ എന്ന് വിളിക്കുന്നത്. ദെൻ അമൈഡ് കേട്ടോ. വിവേക് വേഗം പറഞ്ഞേ. അമൈഡ്, അമൈഡ് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരോടും ചോദിക്കും കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുക. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. ഫസ്റ്റ് ഹെഡിങ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞത് NO2. ഇതാണ് നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുന്നത്, ഈ NO2. ഈ NO2ലേക്ക് നമ്മൾ റിഡക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജന്റ് കുറെ ആൾക്കാരുണ്ട്. ഓറിട്ടിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് റിയേജന്റ് വരുന്നത് H2 ഓർ പലേഡിയം കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ ഇവിടുന്ന് ഓർ ഇട്ടിട്ട് SN പ്ലസ് HCl ഓർ Fe പ്ലസ് HCl ഓർ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഇതെല്ലാം എടുത്ത് എഴുതണം, കാരണം നമുക്ക് ABCD പോലെ ഇവിടെ A തരും, എന്നിട്ട് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, ഇവിടെ അമീൻ, അങ്ങനെ തരും. അപ്പോൾ കംപ്ലീറ്റ് ദ ഫോളോവിംഗിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിയേജന്റ് ഒരെണ്ണം ആയിരിക്കും എക്സാമിന് തരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നൈട്രോ കോമ്പൗണ്ട് ടു അനലിൻ അങ്ങനെ ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ബെസ്റ്റ് റിയേജന്റ് എന്ന് പറയുന്നത് Fe പ്ലസ് HCl ആണ്. ഇതാണ് ബെസ്റ്റ് റിയേജന്റ്, Fe പ്ലസ് HCl. ഇതാണ് ബെസ്റ്റ് റിയേജന്റ്. അത് ടെക്സ്റ്റ് ബുക്കില് ഒരു ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ്. അതാണ് നമ്മൾ ഇതിന് താഴെ എഴുതാൻ പോകുന്നത് കേട്ടോ. അതിന്റെ കാരണം ഈ അയൺ ഉണ്ടല്ലോ, അയൺ സ്ക്രാപ്പ് ഒക്കെ അറിയാലോ അല്ലെ. ആ കുറച്ച് അയൺ സ്ക്രാപ്പും HCl ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കും. കമ്പാരിറ്റീവ്ലി ഇതെല്ലാം നല്ല എക്സ്പെൻസീവും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് Fe പ്ലസ് HCl എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഗീവ് റീസൺ ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പോയിന്റ് എഴുതണം, അത്രേ ഉള്ളൂ കേട്ടോ. ഈക്വേഷൻ എഴുതാം, അതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. റിഡക്ഷൻ വിത്ത് അയൺ സ്ക്രാപ്പ് കേട്ടോ, അതിന്റെ താഴെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിഡക്ഷൻ വിത്ത് അയൺ സ്ക്രാപ്പ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രിഫേർഡ് because reduction with iron scrap and hydrochloric acid is preferred because FeCl2 formed gets hydrolyzed to release hydrochloric acid during the reaction. FeCl2 formed gets hydrolyzed to release hydrochloric acid during the reaction. Stop. Thus, only a small amount of hydrochloric acid
hydrochloric acid. Thus only a small amount of hydrochloric acid is required to initiate the reaction. Thus only a small amount of hydrochloric acid is required to initiate the reaction. അപ്പോൾ കുറച്ച് അയണും അല്ലെ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് അത് തനിയെ അല്ലെ HCl ഉണ്ടായിക്കോളും. അപ്പോൾ ആ റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കും കേട്ടോ, ഓർത്തോക്കുക. അതുകൊണ്ട് ആണ് ഇത് പ്രിഫറബിൾ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓറിട്ട് എല്ലാം പഠിക്കണം. എനി വൺ ആണ് ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് ചിലപ്പോൾ ABCD ക്വസ്റ്റൻ ആയിട്ട് കംപ്ലീറ്റ് ദ ഫോളോയിങ് ചോദിക്കുമ്പോൾ അവര് ഇപ്പൊ NO2 തരും, എന്നിട്ട് അവർ തരുന്ന SN + HCl ഫൈൻഡ് ദിസ്. അപ്പൊ SN HCl പഠിക്കാതെ ഇത് മാത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെയും കൂടി ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഹെഡിങ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. നെക്സ്റ്റ് ഹെഡിങ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. ഇതിന്റെ ഹെഡിങ്ങിന്റെ പേരെന്തായിരുന്നു? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. അടുത്ത ഹെഡിങ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. നൈട്രൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക സയനൈഡ് കേട്ടോ. നൈട്രൈൽ എന്ന് പറയുന്ന IUPAC നെയിം ആണ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക സയനൈഡ്. സയനൈഡ് സയനൈഡ് RCN കേട്ടോ. ഇത് ആറിലും വർക്ക് ചെയ്യും കേട്ടോ. ബെൻസീൻ ആവണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഒരു RNO2 ആണെങ്കിലും RNH2 കിട്ടും. ദെൻ RCN, അതിലേക്ക് നമ്മൾ ഇടുന്ന റിയേജന്റ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് H2 ഓർ നിക്കൽ ഓർ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് കേട്ടോ. ഓർത്ത് നോക്കുക, എനി വൺ ഓഫ് ദ റിയേജന്റ് യൂസ് ചെയ്യാൻ മതി. ദെൻ നമുക്ക് RCH2NH2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർബണിന്റെ നമ്പർ കൂടാനൊന്നുമില്ല അല്ലെ. ഓക്കെ, സെയിം നമ്പറാ. ഈ CN ഇതിന്റെ മെത്തേഡ് കാണാം കേട്ടോ. ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് തന്നെയാണ്. ഇവിടുന്ന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഇവിടെ നോക്കിയേ, ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ വരും ഉണ്ടോ. ഓർത്തോ, ഇവിടെ ഹൈഡ്രജൻ വരും ഉണ്ടോ. ഓക്കെ, ദെൻ ഇവിടെ ഹൈഡ്രജൻ വരും ഉണ്ടോ. ഇവിടെ ഹൈഡ്രജൻ വരും ഉണ്ടോ. CH2NH2. ഇവിടെ എത്ര ബോണ്ട് ഉണ്ടായിരുന്നു? ട്രിപ്പിൾ ബോണ്ട് അല്ലെ. ട്രിപ്പിൾ ബോണ്ടിൽ രണ്ട് ബോണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടോ കാർബണിന്റെ ബാലൻസ് കറക്റ്റ് ആയില്ലേ. അപ്പോ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ടോ. അപ്പോ കാർബണിന്റെ അടുത്തും ഹൈഡ്രജൻ വന്നു, നൈട്രജന്റെ അടുത്തും വന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് റിഡക്ഷൻ വരുന്നത്. അപ്പോ RCN എന്തായി? സിയുടെ അടുത്ത് 2 ഹൈഡ്രജൻ, അപ്പൊ CH2, എന്നിന്റെ അടുത്ത് 2 ഹൈഡ്രജൻ, സോ NH2. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ഹെഡിങ് റിഡക്ഷൻ ഓഫ് അമൈഡ്. റിഡക്ഷൻ ഓഫ് അമൈഡ്. റിഡക്ഷൻ ഓഫ് അമൈഡ്. RCONH2. അതിലേക്ക് സെയിം റിയേജന്റുകളിൽ ആണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് കേട്ടോ. ഓർത്ത് നോക്കുക, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ H2 കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീഡ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ H2. ദെൻ RCH2NH2. RCH2NH2. ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്തേ, ഓക്സിജൻ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്താ? റിഡക്ഷൻ അല്ലെ. ഓക്കെ, ഓക്സിജനെ റിമൂവ് ചെയ്തു, 2 ഹൈഡ്രജൻ അതിലേക്ക് ആഡ് ചെയ്തു ഉണ്ടോ. ഓക്കെ, അപ്പോൾ RCH2NH2. അപ്പോൾ ഇതാണ് അമീന്റെ ഫസ്റ്റ് 3 ആയിട്ട് വരുന്ന എന്ത് അല്ലെ, പ്രിപ്പറേഷനിൽ 3 ആയിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, റിഡക്ഷൻ ഓഫ് നൈട്രൈൽ, റിഡക്ഷൻ ഓഫ് അമൈഡ്. ക്ലിയർ ആണോ? അത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന പേരുള്ള റിയാക്ഷൻ ആണ്. അതിൽ ആദ്യത്തെയാണ് അമോണിലിസിസ് കേട്ടോ. ഇതും കൂടി ഇത്രയും വരെ എഴുതിയല്ലോ എല്ലാവരും അല്ലെ. ഓക്കെ കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പോഴും ഈ റെഡ്യൂസിങ് ഏജന്റ് മാത്രം എഴുതി വേണമെങ്കിൽ തരാം കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഇത് ഞാൻ H2 നിക്കൽ എഴുതി, ചിലപ്പോൾ അവർ H2N പലവടി ആയിരിക്കും വരുന്നത്. റെഡ്യൂസിങ് ഏജന്റ് ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ വരും കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, അമോണോലിസിസ്. അമോണോലിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അമോണോലിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. AMMONOLYSIS കേട്ടോ. അമോണോലിസിസ്. AMMONO കേട്ടോ. അമോണോലിസിസ്. അമോണോലിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഇതില് ഈ റിയാക്ഷൻ മാത്രം നമ്മളിപ്പോ ഈ പഠിക്കുന്ന 6 പ്രിപ്പറേഷനിൽ ഇതിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ ഉണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് സെക്കൻഡറി ടെറിഷറി അമീൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ ഈ ചെയ്തൊക്കെ നമുക്ക് പ്രൈമറി അമീന്റെ പ്രിപ്പറേഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഫസ്റ്റ്
പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് primary, secondary, tertiary amine. Primary, secondary, tertiary amine. ഇതിന് ജനറൽ ഫോർമുലയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് നമുക്ക് ഒന്ന് എഴുതി പോവാം. ഇവിടെ വരുന്നത് RX. RX എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കൈൽ ഹാലൈഡ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, CH3Cl അങ്ങനെ വരുന്ന RX. RX-ലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്ന NH3 ആഡ് ചെയ്യും. NH3 ആഡ് ചെയ്യുമ്പോൾ ഈ എക്സും എച്ചും കൂടി HX അവിടെ നിന്ന് പോകും. HX പോയ ബാക്കി എന്തൊക്കെയുണ്ട്? Rഉം NH2. അപ്പൊ RNH2. ദെൻ ഇതിലേക്ക് വീണ്ടും അവർ RX ആഡ് ചെയ്യും. RX. അങ്ങനെ വരുമ്പോ ഈ എച്ചും ഇവിടുത്തെ എക്സും കൂടി എന്ത് പോവും? HX അവിടെ നിന്ന് പോവും. അപ്പൊ കിട്ടുന്നത് R2NH. കേട്ടോ. ഓക്കെ, R2NH. നെക്സ്റ്റ് വീണ്ടും ഇതിലേക്ക് RX ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? R3N. ഓക്കെ, വീണ്ടും ഒരു RX ആഡ് ചെയ്യും. RX. അപ്പൊ എന്ത് വരും? R3 മാറിയിട്ട് എന്താവും? R4NX. ഒരുമിച്ച് ജോയിൻ ചെയ്യും. ഇവിടെ ഒരു പ്ലസ് വരും, മൈനസ്. ഉണ്ടോ? കോട്ടണറി അമോണിയം സോൾട്ട് എന്നാണ് അതിന്റെ വിളിക്കുന്ന പേര്. കോട്ടണറി അമോണിയം സോൾട്ട്. അപ്പൊ ഇവിടെ നിന്ന് ആരൊക്കെ റിലീസ് ചെയ്തതെന്നൊന്നും കൂടി അറിയാം. RX. ഇവിടുന്ന് -HX. ഇവിടുന്ന് ഒരു എച്ചും എക്സും ഉണ്ടോ? ഓക്കെ, ബാക്കി ആൾക്കാർ എന്തുണ്ട്? RNH2. ഇനി ഇവിടെ നിന്ന് ആരൊക്കെയാ പോയേക്കുന്നത്? എക്സും ഇവിടുന്ന് ഒരു എച്ചും അല്ലെ. അപ്പൊ -HX ഉണ്ടോ? എല്ലാ സ്ഥലത്തും -HX ആ. അപ്പൊ എന്ത് വരും? R2NH. ഇനി ഇവിടെ നിന്നും ഈ എച്ചും ഈ എക്സും -HX. അപ്പോ R3 ആയി. ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാണ് അല്ലെ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യാം, മനസ്സിലാക്കി എഴുതാം കേട്ടോ. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. RX. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. RX. ഞാൻ ചോദിക്കും NH2 വരുമ്പോ ഇവിടെ നിന്ന് HX ഉണ്ടോ? -HX. ബാക്കി എന്തുണ്ട്? ഒരു R ഉണ്ട്. H ഇവിടുന്ന് 1H റിമൂവ് ചെയ്തു അല്ലെ. റിമൂവൽ ഓഫ് H ആണ്. സോ NH2. ക്ലിയർ ആണോ? വേഗം എഴുതാം കേട്ടോ. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു പോവാം. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ഇതിന്റെ താഴെ ഇതേ മെത്തേഡിൽ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. CH3Cl. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് NH3 ഉണ്ടോ? NH3 ആഡ് ചെയ്യുന്നതിനെയാണ് അമോണൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് വരും? CH3NH2. ദെൻ അതിലേക്ക് വീണ്ടും എന്താ ആഡ് ചെയ്യുന്നത്? CH3Cl ഉണ്ടോ? അപ്പൊ ആദ്യം ഇട്ട ഡിഗ്രി ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് വരും? CH3NH. ഇവിടെയും CH3 അല്ലെ. ട്വൈസ് ആണ്. അതിന് പകരം ഞാൻ ഇതിങ്ങനെ എഴുതി വെച്ചു അല്ലെ. NH. വീണ്ടും ഇതിലേക്ക് CH3Cl. അപ്പൊ എന്ത് വരും? CH3N, CH3. അതാണ് ത്രൈസ് എന്ന് പറഞ്ഞേക്കുന്നത്. ദെൻ ഇതിലേക്ക് വീണ്ടും CH3Cl അല്ലെ. അപ്പൊ CH3 4 ടൈം N, ഇവിടെ പ്ലസ് Cl മൈനസ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, നേരത്തെ ഒബ്സർവ് ചെയ്ത പോലെയാണ്. ഇവിടെ എല്ലാം -HCl ഓർത്ത് നോക്കാം. ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് ഈ Clഉം ഇവിടെ നിന്ന് H കേട്ടോ. അങ്ങനെ പോകും. അപ്പോഴാണ് CH2NH2 വരുന്നത്. ദെൻ ഇവിടെ നോക്കിയേ, CH3Cl നിന്ന് പോവാൻ ഇവിടെ നിന്ന് HCl. അപ്പൊ എന്ത് വരും? -HCl. ഇവിടെ നിന്ന് ഒരു H ഒരു Cl, -HCl ഓർത്ത്. -HCl എത്ര സ്ഥലത്ത് വന്നു നോക്കിയേ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഡിസഡ്വാൻറ്റേജ് എന്താണ് അല്ലേ? ഒരെണ്ണമല്ല, എന്ത് ചെയ്യും? മിക്സർ ഓഫ് തിങ്സ് ആ കിട്ടുക. എല്ലാരും കൂടി എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് കിട്ടും അല്ലെ. അങ്ങനെ ഒരുമിച്ച് ഒരു റിയാക്ഷൻ ചോദിക്കുമ്പോൾ അതിന് പകരം എന്ത് കിട്ടും? മിക്സർ ആയിട്ട് കിട്ടും അല്ലെ. ഓർത്ത് നോക്കാം, മിക്സർ ആയിട്ട് കിട്ടും. അങ്ങനെ മിക്സർ ആയിട്ട് കിട്ടിയാൽ യൂസ്ഫുൾ ആണോ? അല്ല.
അല്ലേ? ഓക്കെ. അപ്പൊ മിക്സർ അല്ല നമുക്ക് വേണ്ട, ഐഡന്റിക്കൽ ആയിട്ട് ഒരെണ്ണമാണ് വേണ്ടത് അല്ലേ? ഓക്കെ, ഐഡന്റിക്കൽ ആയിട്ട് ഒരെണ്ണമാണ് വേണ്ടത്. മിക്സർ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒരെണ്ണമായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എഴുതുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് യൂസ്ഫുൾ അല്ല ശരിക്കും അല്ലേ? ഇതിങ്ങനെ ഉണ്ട് എന്ന് പറയാനേ ഉള്ളൂ. നമുക്ക് ഒരെണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടാണ് യൂസ്ഫുൾ ആവുള്ളൂ. ഇപ്പൊ മിക്സർ ഓഫ് പ്രൊഡക്റ്റ് കിട്ടും, അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ പെർട്ടിക്കുലർ യൂസ്ഫുൾ അല്ല അല്ലെ? നിങ്ങൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ചായ ചോദിച്ചു, ചായയും സാമ്പാറും ചിക്കനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് പറ്റുമോ? ഇല്ല അല്ലെ? നമുക്ക് ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മിക്സിംഗ് ആയി പോകും. അതാണ് അതിന്റെ താഴെ ഒന്ന് എഴുതി വെച്ചു. അമോണലിസിസ് ഹാസ് ദ ഡിസഡ്വാൻറ്റേജ്, ഒരു പോയിന്റ് ആയിട്ട് കേട്ടോ, അമോണലിസിസ് ഹാസ് ദി ഡിസഡ്വാൻറ്റേജ് of yielding ammonolysis has the disadvantage of yielding mixture of primary, secondary and tertiary amine. And also a quaternary ammonium salt. Quaternary ammonium salt. അപ്പോൾ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഹെഡിങ് ആണ്, അടുത്ത നെയിമിംഗ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. GABRIEL, ഗബ്രിയൽ താലിമൈഡ്, PH ന് പ്രൊനൗൺസിയേഷൻ ഇല്ല, താലിമൈഡ് റിയാക്ഷൻ, ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ PH ആണ്. ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ, PHALIM, ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. ഇതില് താലിക് ആസിഡ് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, താലിക് ആസിഡ് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് താലിമൈഡ് ഉണ്ടാക്കാൻ പറ്റും. ഈ താലിമൈഡിൽ നിന്ന് പ്രൈമറി അമീൻ കിട്ടുന്നതാണ് എന്താ? ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. ഇത് നിങ്ങൾ കാണാതെ എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത്, കാരണം വലിയ റിയാക്ഷൻ ആണ്. ഇത് പഠിക്കാനായിട്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് 3 റിയേജന്റ് ഓർഡറിൽ പഠിച്ചാൽ മതി, പിന്നെ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് KOH എന്ന് പറഞ്ഞേ, KOH RX NaOH എന്ന് പറഞ്ഞേ, KOH RX NaOH, KOH RX NaOH കേട്ടോ. ഓക്കെ, അപ്പോ ഓർത്ത് നോക്കുക, ആ ഓർഡർ തെറ്റിക്കാതിരുന്നാൽ മതി കേട്ടോ. ഓർത്ത് നോക്കുക, KOH കേട്ടോ, KOH കരൺ എന്നൊക്കെ ഓർത്ത് നോക്കുക. RX വണ്ടിയിൽ, RX എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്ത് ഒരു യമഹയുടെ വണ്ടിയൊക്കെ ഉണ്ടായി, ബോയ്സിനൊക്കെ അറിയാൻ പറ്റും. RX സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണ് ആക്ച്വലി കേട്ടോ. എൻ്റെ ഈ കസിൻ എടുത്തിട്ട് വന്നിട്ട് 94 കണ്ടുള്ളതാണ് ഒരു വണ്ടി എടുത്തത്, മോഡിഫൈ ചെയ്ത് ഒക്കെ എടുത്ത് വെച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ KOH RX NaOH, ഈ ഓർഡർ തെറ്റിക്കാതിരുന്നാൽ മതി. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എങ്ങനെ പഠിക്കണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ആ കോമ്പൗണ്ട് ഒന്ന് വരക്കാനായിട്ട് നോക്കാം. താലിമൈഡ് ഇങ്ങനെ എഴുതിയാൽ മതി, CONH. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഇങ്ങനെയൊക്കെയാണ്, ഡബിൾ ബോണ്ടോ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണ്ട. ഇങ്ങനെ എഴുതിയാൽ മതി, CO അമൈഡിനെ ജോയിൻ ചെയ്യുന്നതാണ്. ഇതൊന്നും വേണ്ട, ഇങ്ങനെ പഠിച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാകും കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് സാർ, ഒരു ബെൻസിൻ C ഡബിൾ ബോണ്ടോ അങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ആകെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഡബിൾ ബോണ്ട് എങ്ങാനും മാറിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ബെൻസിൻ 2 CO അല്ലേ, NHനെ ഇങ്ങനെ പിടിച്ചേക്കണ പോലെ, കൈകൊണ്ട് പിടിച്ചേക്കണ പോലെയാണ്. NHനെ 2 കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഓർത്ത് വെക്കാം. ഇത് പഠിച്ചാൽ മതി, ഇത് പഠിച്ചല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ വെറുതെ വരക്കണ പോലെ ചെയ്യരുതാരും. എന്തായിരുന്നു ഓർഡർ എന്ന് പറഞ്ഞു? വേറെ ആയിരുന്നു? പിന്നെ NaOH, KOH
RX NaOH അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് KOH ആണ് കേട്ടോ. ഓക്കെ, KOH. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എച്ചും OHും കൂടി ചേർന്നാൽ എന്താവും? H2O. H2O പോവും. ബാക്കി എന്തൊക്കെയുണ്ട്? NK. അപ്പോ അടുത്ത സ്റ്റെപ്പില് എന്തായിരുന്നു വരിക? നെക്സ്റ്റ് സ്റ്റെപ്പില് CO NK. CO NK അല്ലേ? എളുപ്പമല്ലേ? നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് നമ്മള്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എത്തുന്ന സമയത്ത് ഏത് ഇടണ്ടെന്ന് പറഞ്ഞ് ഏത് റീജന്റെ? RX കേട്ടോ, ഓർത്ത് നോക്കാം. കരൺ RX വണ്ടിയിൽ കയറി കേട്ടോ, ഓർത്ത് നോക്കാം. ആരുടെ അടുത്തേക്ക് പോയി? NaOHന്റെ അടുത്തേക്ക് പോയി. അങ്ങനെയൊക്കെ ഓർത്ത് നോക്കാം കേട്ടോ. RX ഓർഡർ തെറ്റിക്കരുത്. RX വരും കേട്ടോ. ഓക്കെ, RX വരുമ്പോ ഇവിടെ നിന്ന് എങ്ങനെ പോകും? നിങ്ങൾക്കറിയാം NaCl പഠിച്ചിട്ടില്ലേ? NaCl KCl അല്ലേ? ഓക്കെ, അതുപോലെ ഈ കെയും എക്സും ഉണ്ടോ? ഓർത്തോ, KX അവിടെ നിന്ന് ആരാ പോകുന്നത്? KX -KX അവിടെ നിന്ന് പോകും. ബാക്കി എന്തുണ്ട്? NR. ഈ മൈനസ് എന്നുള്ളതിന് ഇമ്പോർട്ടന്റ് കൊടുക്കാണ്ടാന്ന് കരുതിയിട്ടാണ് എഴുതാതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് എഴുതണ്ട കേട്ടോ. ഓക്കെ, അപ്പോ ആ KX അവിടെ നിന്ന് പോകും. KX പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ബാക്കിയുള്ളത്? NR കേട്ടോ. ഓക്കെ, അപ്പോ ബെൻസീൻ റിംഗ് CO കോമൺ വന്നു. NR ഇതാണ് കോമ്പൗണ്ട് ആയിട്ട് വരുന്നത്. ഇനി അതിലേക്ക് നെക്സ്റ്റ് ആരാണ് ആഡ് ചെയ്യുന്നത്? NaOH കേട്ടോ. ഓക്കെ, NaOH ഓക്കെ. NaOH ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരാണോ ആവശ്യമുള്ളത് അവരെ കിട്ടും. ആരാണ് ആവശ്യമുള്ളത്? RNH2 കിട്ടും. ബാക്കി ഇവിടെ കിട്ടുന്നത് ബെൻസീൻ റിംഗ്, അത് കഴിഞ്ഞിട്ട് COONA. ഇത് ശ്രദ്ധിക്കാം, മെയിൻ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഓർത്തോ, ഇത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മെയിൻ പ്രോഡക്റ്റ് RNH2 ആണ്. ഇത് ഓർത്തു നോക്കുക. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിനു മുമ്പ് പലപ്പോഴും സംഭവിച്ചേക്കുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, സാറേ ഈ ഗബ്രിയൽ താരമായിട്ട് ചോദിച്ചു, സാറേ എല്ലാം എഴുതിയിട്ടുണ്ടായി, ഒരു കുഞ്ഞ് എറർ വന്നു. ആരാണ്? ഇത് എഴുതിയില്ല. മനസ്സിലായി? എല്ലാം എഴുതി അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഇയാളൊക്കെ വരെ എഴുതി ഓർത്ത് നോക്കും. പക്ഷെ ഇതിനെ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. കാരണം മെയിൻ ആളിതാ. എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചേക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീനിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ RNH2 എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇനി ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടായി ഇത്? അതൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു സംഭവം ഞാൻ വരച്ചേക്കാം. അത് നിങ്ങൾക്ക് എഴുതണം എന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങളുടെ മൈൻഡ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, അങ്ങനെ മനസ്സിലായത് അവിടെ നിന്ന് എങ്ങനെ പെട്ടെന്ന് വന്നു എന്നൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിൽ NaOH ഒരെണ്ണമായിരിക്കും അല്ലേ? കുറെ ഉണ്ടാവും, എക്സസ് ഉണ്ടാവും. ഇതും എന്തുണ്ടാവും? കുറെ ഉണ്ടാവും, എക്സസ് ഉണ്ടാവും. അപ്പൊ ഈ NaOH നമ്മൾ ഇത് ഇങ്ങനെ എഴുതാണ്, NaOH ഇങ്ങനെ എഴുതാലോ. NaOH ഇവിടെ ക്ലീവേജ് വരും. ക്ലീവേജ് എന്ന് പറയുമ്പോൾ എന്താ? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ അല്ലേ? ബ്രേക്ക് ഡൗൺ വരും. ഇവിടെ നോക്കിയേ, ഓൺലൈനിൽ കാണുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മനസ്സിലാവുള്ള ആ മെത്തേഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് എഴുതണ്ട റെഡ് കളറിൽ. അപ്പൊ എന്ത് വരും? COONA കണ്ടോ? ഒന്നുകൂടെ നോക്കിയേ, COONA കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെയാണ് COONA വരുന്നത് കേട്ടോ. ഓക്കെ, COONA വരുന്നത് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ നിങ്ങൾ വിസിബിൾ ആണെന്ന് കരുതാം. COONA കണ്ടോ? ഓർത്ത് നോക്കുക. RNന്റെ ഒപ്പം എത്ര H ഉണ്ട്? ഇവിടെ നോക്കിയേ അല്ലെ? 1 അപ്പൊ എന്ത് വരും? RNH2. അപ്പൊ ബ്രേക്ക് ഡൗൺ അതാണ് വരുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടില്ല, അങ്ങനെ ഒരു ബ്രേക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾ എഴുതണ്ട, പക്ഷെ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. വേണമെങ്കിൽ തന്നെ അത് പെൻസിൽ കൊണ്ട് എഴുതാം. ഇനി എക്സാമിന്റെ സമയത്ത് അവിടെ കുത്തിയൊക്കെ വെച്ചിട്ട് സാറും ടീച്ചറിനും മനസ്സിലാവാത്ത രീതിയിൽ ആക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ഇതിൽ നിന്ന് എങ്ങനെ ഇത് ഫോം ചെയ്തു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, ഈ റെഡിലുള്ളത് എഴുതണമെന്നില്ല, ബാക്കിയുള്ളത് വേഗം വരെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാ മനസ്സിലാക്കണ്ടേ? പഠിക്കുമ്പോ ലോജിക് കൊണ്ടുപോയേ. ആദ്യം എന്താ? KOH ഇട്ടപ്പോ എന്താ? വാട്ടർ പോയിട്ട് NK. എന്താ കിട്ടിയ? NK. NKയിലേക്ക് വീണ്ടും എന്താ ഇടുന്നത്? RX ഇട്ടപ്പോ എന്ത് പറ്റി? എക്സും കെയും കൂടി അല്ലെ, അവര് പോയി. ബാക്കി NR ആയി. NR കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇട്ടെ? NaOH ഇട്ടു അല്ലെ? NaOH ഇട്ടപ്പോ COONA വന്നു. then
NH2 കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി എഴുതാൻ നോക്കുക കേട്ടോ, വേഗം. റെഡ് കളറിലുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിട്ടേക്കുന്നതാണ്. പെൻസിൽ കൊണ്ട് അല്ലാതെ ഒന്നും എഴുതരുത് കേട്ടോ, അല്ലെങ്കിൽ അവിടെ വായ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലാക്കരുത്. നിങ്ങൾക്ക് ആ മെത്തേഡൊക്കെ ഒന്ന് കിട്ടിയേക്കണം. KX മാറി NR ഫോം ചെയ്തു. ദെൻ അതിലേക്ക് ഇടുമ്പോൾ RNH2 കണ്ടോ, ഓർത്ത് നോക്കുക. ആ എൻഡിൽ വരുന്ന ആ ഡോട്ട് കാണിച്ചേക്കുന്നത് ബ്രേക്ക് ഡൗൺ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ശ്രദ്ധിക്കുക കേട്ടോ, അയാൾ ചോദിച്ചാൽ ഫിലിപ്പോസ് ചോദിച്ചേക്കുന്നത് പെൻസിലിൽ ഈ റൗണ്ട് കൊടുക്കണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ പരമാവധി റൗണ്ട് കൊടുക്കാതിരിക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. പരമാവധി എന്ത് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. ഇനി ഈ റൗണ്ട് തെറ്റൊന്നുമില്ല, റൈറ്റ് തന്നെയാണ്. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എടുത്ത് പറഞ്ഞേക്കുന്നത് തന്നെയാണ് ഈ റൗണ്ട് എങ്ങനെ എഴുതാം എന്നുള്ളത് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമുകളിൽ ഞങ്ങളുടെയൊക്കെ ചില സമയത്ത് അത് സമ്മതിക്കില്ലായിരുന്നു ബുക്കുകളിൽ വരുന്നത്. അപ്പൊ പഴയ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. കാരണം അല്ലെ, ഓർത്ത് നോക്കുക, ആ ഒരു ടൈമിൽ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇംപ്രസ് ചെയ്യാനായിട്ട് പരമാവധി ആ രീതിയിൽ എഴുതി നോക്കും. നമ്മൾ ഫാസ്റ്റായിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റൊന്നുമില്ല, റൈറ്റ് തന്നെയാണ് ആക്ച്വലി. പക്ഷെ ഇങ്ങനെ കാണിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. കംപ്ലീറ്റ് ചെയ്തല്ലേ. നെക്സ്റ്റ് ഹെഡിങ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. HOFF MANN. ഹോഫ്മാൻ. ഹോഫ്മാൻ ബ്രോമമൈഡ്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഹോഫ്മാൻ bromamide degradation reaction. Hofmann bromamide degradation reaction. Hofmann bromamide degradation reaction. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു കേട്ടോ. In this reaction, migration of an alkyl or aryl group. In this reaction, migration of an alkyl or aryl group, take place from carbonyl carbon of the amide, to the nitrogen atom. Full stop. The amine so formed contains
one carbon less than that present in the amide. One carbon less than that present in the amide. One carbon less than that present in the amide. ആ 1 കാർബൺ ലെസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. RCONH2 ഇതാണ് അമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചാണ് അമൈഡിലേക്ക് എന്താ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്ത് എന്ത് കിട്ടും? അമീൻ കിട്ടും. അവിടെ കാർബൺ എന്തായിരിക്കും? CH2 ആയി മാറും ഈ CO എന്നുള്ളത്. ഇവിടെ അതല്ല, ഇത് മൈഗ്രേറ്റ് ചെയ്ത് ഈ R ഇതിലേക്ക് ജോയിൻ ചെയ്ത് വരും. അപ്പൊ CO അവിടെ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. 1 കാർബൺ അവിടെ എന്ത് ചെയ്യും? കുറയും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ RCONH2 അതിലേക്ക് ഹോഫ്മാൻ ബ്രോം അമൈഡ് അല്ലെ, ബ്രോമിനാണ് ആഡ് ചെയ്യുന്നത്, അമൈഡിലേക്ക് ആഡ് ചെയ്തു. ദെൻ NaOH ഇതാണ് നമ്മൾ റിയേജന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് വന്ന സമയത്ത് ഇവിടെ മെയിൻ കോമ്പൗണ്ട് ഈ CO അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? RNH2 RNH2 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കുറയും കേട്ടോ, ഓർത്തുക. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന Na2CO3 NaBr H2O Na2CO3 NaBr plus H2 കേട്ടോ. ഇതിൽ മറക്കരുത്, ഈ രണ്ട് ആൾക്കാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, 1 കാർബൺ കുറയും. ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ എഴുതി വെച്ചു. എത്തനമൈഡ് ടു മെത്തനമീൻ. എത്തനമൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CH3CONH2 അല്ലേ? ഓക്കെ, ഇതില് റിയേജന്റ് എന്തൊക്കെ ഇങ്ങനെയായിരിക്കും മിക്കതും തരുന്നത് കേട്ടോ. Br2NaOH ഉണ്ടോ, അങ്ങനെ കൊടുത്തു. അപ്പൊ എന്ത് പറ്റും? ഈ CO അവിടെ നിന്ന് മാറും അല്ലെ. CO മാറിയിട്ട് എന്താവും? CH3NH2. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂട്ടനമൈഡ് ടു പ്രൊപ്പനമീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂട്ടനമൈഡ് CH3 CH2 CH2 CONH2 ഉണ്ടോ, ഓർത്ത് നോക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് നമ്പർ ചെയ്യണേ കേട്ടോ. 1 2 3 4 ഉണ്ടോ, ബ്യൂട്ടനമൈഡ്. റിയേജന്റ് അല്ലെ Br2NaOH. കൺവേർഷൻ ചോദിക്കുമ്പോൾ ബൈ പ്രൊഡക്റ്റ് എഴുതണ്ട കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ആ ബൈ പ്രൊഡക്റ്റ്. അതേസമയത്ത് റൈറ്റ് ഹോഫ്മാൻ ഡിഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ മുഴുവൻ എഴുതണം, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ അതിൽ ബൈ പ്രൊഡക്റ്റ് ഒക്കെ എഴുതി വെച്ച് നല്ല ഭംഗിയാക്കാം. അതേസമയത്ത് കൺവേർഷൻ ആണ്, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന പോലെ കൺവേർഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? എന്റെ ബൈ പ്രൊഡക്റ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓർത്ത് നോക്കാം. CH3 CH2 CH2 NH2. CO ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ 1 കാർബൺ ലെസ് ആകുന്ന എല്ലാ ടൈപ്പുകളിലും നമുക്ക് ഇതില് മെയിൻ ആയിട്ട് ഉപയോഗിക്കാം. 1 കാർബൺ ലെസ് ആവുന്ന വേറെ ഏതൊക്കെ റിയാക്ഷൻ ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ? നമുക്ക് ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ അതാണ്. ആക്ച്വലി 1 കാർബൺ ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നതാണ്. ഒരെണ്ണം കൂടി ഉണ്ട്, നിങ്ങൾ 11th പഠിച്ചാണ്. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിൽ ലാസ്റ്റ് പഠിച്ച ഒരു ടോപ്പിക്കാണത്. HVSന് മുമ്പുള്ളൊരു നെയിം റിയാക്ഷൻ ആണ്. ഡി വെച്ചാണ് തുടങ്ങുന്നത്. അത്രയും പറഞ്ഞിട്ട് പറഞ്ഞു ഡി കാർബോക്സിലേഷൻ. കണ്ടോ, ഫ്ലൂ തന്നാൽ കിട്ടും അല്ലെ. ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ. അവിടെയും ആ CO2 പോകും അല്ലെ. ഓക്കെ, എന്നിട്ട് അത് ഒരു കാർബൺ ഡിക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. വിതരത്തിൽ കഴിഞ്ഞപ്പോൾ പ്രിപ്പറേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഫസ്റ്റ് പോയിന്റ്, the lower aliphatic amines are gaseous with fishy odor. The lower aliphatic amines are gaseous with fishy odor. Next point, അടുത്ത ലൈനിൽ primary amines with 3 or more carbon atom. Primary amines with 3 or more carbon atom are liquid. ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ആദ്യം ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
നെക്സ്റ്റ് ബോയിലിംഗ് പോയിന്റ്, അടുത്ത ഹെഡിങ് ആണ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ബോയിലിംഗ് പോയിന്റ് ഓർഡർ. എങ്ങനെയായിരിക്കും ബോയിലിംഗ് പോയിന്റ് ഓർഡർ പറയാം? ഏറ്റവും ഹയസ്റ്റ് ഏതായിരിക്കും? കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് പ്രൈമറി, പിന്നെന്ത് വരും? സെക്കൻഡറി, പിന്നെന്ത് വരും? ടെറിഷറി കേട്ടോ. ഓക്കെ. അപ്പോ ബോയിലിംഗ് പോയിന്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെക്കുക പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി എങ്ങനെയാ? RNH2, അതാണ് ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. പിന്നെന്ത് വരും? R2NH സെക്കൻഡറി. ദെൻ അടുത്തെന്താ? ടെറിഷറി R3N. ഓക്കെ, ഒന്ന് എഴുതി വെക്കുക. ബോയിലിംഗ് പോയിന്റ് ഓർഡർ പ്രൈമറിന്ന് താഴെ എഴുതണം, സെക്കൻഡറി, ടെറിഷറി കേട്ടോ. ഇനി ഇതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ട് പ്രൈമറി ഏറ്റവും ഹയസ്റ്റ് ആവാൻ കാരണം? ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇതിന് ടെറിഷറി ലീസ്റ്റ് ആവാൻ കാരണം ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. അപ്പൊ അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് താഴെ എഴുതി വെച്ചു. Primary and secondary amine are primary and secondary amine are primary and secondary amine are engaged in intermolecular hydrogen bonding. Intermolecular hydrogen bonding. Intermolecular hydrogen bonding. അടുത്ത ലൈൻ എഴുതി വെക്കുക. ടെറിഷറി അമീൻ do not have tertiary amine do not have intermolecular association due to the absence of hydrogen atom. The absence of hydrogen atom available for hydrogen bond formation. Available for hydrogen bond formation. Hydrogen bond formation. Then solubility in water. Next, solubility in water. ഇതേ ഓർഡർ തന്നെ കേട്ടോ. പ്രൈമറി solubility in water. അടുത്ത ഹെഡിങ് solubility in water. അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് എന്തായിരിക്കും? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. റീസൺ എന്ത് തന്നെയായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട്. ഇത് തന്നെയാണ് കേട്ടോ, ഓർത്ത് വെക്കാം. താഴെ റീസൺ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഓർത്ത് വെക്കാം. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. Intermolecular hydrogen bond. Intermolecular hydrogen bond. The next heading ആണ് chemical properties of amine. Next heading, chemical properties of amine. Chemical properties of amine. Chemical properties of amine. Our first heading വരുന്നത് basic character of amine. Basic character of amine. Basic character of amine. Basic character of amine. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും വരെ പഠിച്ചൊന്ന് റീക്യാപ്പ് ചെയ്ത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെ? ക്ലാസിഫിക്കേഷൻ ആൻഡ് അതിൽ വന്നു. അതിലെന്താ ഒബ്സർവ് ചെയ്യണ്ടേ? ടെറിഷറിക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ടെറിഷറിനെ ഹൈഡ്രജൻ ഉണ്ടാവില്ല അല്ലെ, N മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ അതിൽ ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് പ്രിപ്പറേഷൻ അല്ലെ? പ്രിപ്പറേഷനിൽ 6 ഹെഡിങ്സ് ഏതൊക്കെയായിരുന്നു? റിഡക്ഷൻ അല്ലെ? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, റിഡക്ഷൻ ഓഫ് നൈട്രൈൽ, റിഡക്ഷൻ ഓഫ് അമൈഡ്, ദെൻ അമോണലിസിസ് റിയാക്ഷൻ, ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ. അപ്പൊ ഹെഡിങ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ദെൻ അത് കഴിഞ്ഞ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ് കഴിഞ്ഞു. അതിൽ സിമ്പിൾ ഹെഡിങ് ആണ്. ഇനിയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ ആണ് എടുക്കുന്നത്. ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ. അപ്പോ 11th ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു.
ആ ഇക്വിലിബ്രിയത്തിലാണ് നിങ്ങൾ ആദ്യം ലൂയിസ് ആസിഡ് ആൻഡ് പറയും ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ്. ആ കൺസെപ്റ്റ് ആണ് ഇവിടെയും നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ പഠിച്ചതാണ് അരീനസ് ആസിഡ് ആൻഡ് ബേസ്, പിന്നെന്തായിരുന്നു ബ്രൗൺസ്റ്റഡ്, ലൗറി, അത് കഴിഞ്ഞിട്ട് ലൂയിസ് പറഞ്ഞു. ലൂയിസിൽ ആസിഡിനെ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നത്? ആക്സെപ്റ്റ് ഇലക്ട്രോൺ എന്താണ് ആസിഡ്, ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ് AA ഉണ്ടോ, ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്. അപ്പൊ ഓപ്പോസിറ്റ് ആക്കി പറഞ്ഞു ഡൊണേറ്റ് ഇലക്ട്രോൺ ബേസ്. അപ്പോ RNH2 എന്തുകൊണ്ട് ബേസ് ആയി എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നോക്കിയേ, RNH2 അല്ലേ. ഓക്കെ, നൈട്രജന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നൈട്രജൻ ആറ്റമിക് നമ്പർ എത്രയായിരുന്നു പറയ്? ആറ്റമിക് നമ്പർ നൈട്രജൻ 7 അല്ലേ. 2,5 ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5. അപ്പോ ഒരു RNH2 നമ്മൾ എഴുതുമ്പോൾ N ആണ്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായി അല്ലെ, അത് R ആയിട്ട് ഷെയർ ചെയ്യാൻ കൊടുത്തു. ഇനി H-ന് എത്ര ഇലക്ട്രോൺ കൊടുക്കും? 1, 2 അല്ലേ. ഇത് H ആണ് ഇവിടെ വന്നേക്കുന്നത്, ഇവിടെ H-ന്റെ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓർത്ത് നോക്കല്ല ഞാൻ പറയുന്നതാണ്. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം അല്ലേ. ഓക്കെ, അപ്പോ ഇതാ 2 ഇലക്ട്രോൺ. അപ്പോ നൈട്രജന് സറൗണ്ടിങ് ആയിട്ട് 1, 2, 3, 4, 5. അതില് ഈ ലോൺ പെയർ അല്ലേ, ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ടിങ്ങില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇലക്ട്രോൺ ആണ്. അതെന്ത് ചെയ്യും? വില്ലിംഗ് ടു ഡൊണേറ്റ്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? ബേസ് ഉണ്ടോ. അപ്പോ ഇത് ബേസ് ആവാൻ കാരണം അതിനെന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ എന്ത് ചെയ്യും? അത് ഡൊണേറ്റ് ചെയ്യും അല്ലേ. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ലൂയിസ് ആസിഡ് എന്നോ ബേസ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആ ബേസിക് കൺസെപ്റ്റ് ഓർത്ത് വെച്ചിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതി നോക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് എഴുതിക്കോ. അതെ, RNH2 ഇങ്ങനെ വന്നിട്ട് ഒരു ലോൺ പെയർ ഒക്കെ ഒന്ന് കാണിച്ചേ. ഇതുപോലെ ഒരു ലോൺ പെയർ ഒക്കെ കാണിച്ചു, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ. RNH2 ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ ആണോ ഡോട്ട് ആയിട്ട് വരക്കുന്നത്, അതൊന്ന് വരച്ചു വന്നിട്ട് ഒരു ലൈൻ എഴുതാനുള്ളൂ, എളുപ്പമാവും. എഴുതിയോ? ദെൻ ഇതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. അമീൻ ഹാവ് ആൻ അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. അൺഷെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? ലോൺ പെയറിനെ തന്നെയാണ് അല്ലേ. ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. അമീൻസ് ഹാവ് ആൻ അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ, അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ നൈട്രജൻ ആറ്റം, due to amine have an unshaded pair of electron കേട്ടോ. ഇതിന് നിങ്ങൾ ഒന്നല്ലെങ്കിൽ അൺഷെയ്ഡ് പെയർ എന്നോ ലോൺ പെയർ എന്നോ എഴുതി വെച്ചേക്കണം കേട്ടോ. ഈ അൺഷെയ്ഡ് പെയർ എന്ന് പറയുമ്പോൾ ആ വേർഡും നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരണം, അത്രേ ഉള്ളൂ. ഓക്കെ, അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ നൈട്രജൻ ആറ്റം ഡ്യൂ ടു വിച്ച് ദേ ബിഹേവ് ആസ് ലൂയിസ് ബേസ്, due to which they behave as Lewis base. Due to which they behave as Lewis base. ഇതാണ് ആദ്യം ഈ എന്താണ് അമോണിയയുടെ ബേസിക് ക്യാരക്ടർ പ്രൂവൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അവർ ചെയ്യുന്നത് ഈ അമീന നമ്മൾ ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യും. ബേസ് എന്ന് പറയുമ്പോൾ എന്താ? NaOH അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടുന്നുണ്ട്. ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് എന്താ? സോൾട്ട് പ്ലസ് വാട്ടർ, അങ്ങനെ പറയും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് 2, 1 ഇവിടെ നിന്നാണ് പേജ് തുടങ്ങുന്നത്. 1 ഇവിടെ തൊട്ട് തുടങ്ങും ഇതിന്റെ കഥ. ഈ ഒരു പേജ്, ഇത്രയുണ്ട്. ഇതില് ഇവിടെ തൊട്ട് കറക്റ്റ് ഓർഡറിൽ വായിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എറർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഈ മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് പേജിലുള്ള ആ കൺസെപ്റ്റിലേക്കാണ് ആദ്യം കൊണ്ടുവരുന്നത്. ലാസ്റ്റ് പേജിലുള്ള ആ കൺസെപ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അമീന്റെ ബേസിറ്റി പറയുന്ന സമയത്ത് ഒരു ജനറൽ ഓർഡർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതാൻ പോകുന്നതാണ് മെയിൻ കാര്യം, എന്നിട്ട് അതിലേക്ക് എത്തിക്കാം കേട്ടോ. ഓക്കെ, pKb വാല്യൂ പറയും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ കുറെ ടേമുകളൊക്കെ പറയുന്നുണ്ട്. അതല്ല നമ്മൾ എഴുതുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ ഒന്ന് ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചു. ജനറൽ
general, basic order of general, basic order. Basic order വേറൊരു വേർഡ് ഉണ്ട്, basicity എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ അത് basicity basic ഒക്കെ ഒന്നാണ്. Basic order of amine. amine ബ്രാക്കറ്റിൽ എഴുതി പോക aqueous കേട്ടോ, ഓർത്ത് പോക aqueous. aqueous എന്ന് ചിലപ്പോൾ തരും കേട്ടോ, ഓർത്ത് പോക. അല്ലെങ്കിൽ ജനറൽ ഓർഡർ ആണ് ഇപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ആ ഓർഡർ ആണ് ആദ്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണേ. ഇനി അതിലേക്ക് എന്തുകൊണ്ട് എത്തി അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ആ ജനറൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഈ ഇതിൽ 3 പേജിന്റെ ലാസ്റ്റിലേക്ക് എത്തുന്ന കഥയാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. ഏറ്റവും ഹയസ്റ്റ് ബേസിറ്റി കാണിക്കുന്നത് സെക്കൻഡറിക്കാണ്. അപ്പൊ എന്തായിരിക്കും? R2NH. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ബേസിറ്റി ആയിട്ട് വരുന്നത്. R2NH ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ടെറിഷറി ആണ്. ഇത് ഏറ്റവും ഹയസ്റ്റ് ബേസിക്. ദെൻ ടെറിഷറി R3N. അത് കഴിഞ്ഞാൽ പ്രൈമറി RNH2. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് നോക്കും. ദെൻ ഇത് കഴിഞ്ഞിട്ട് NH3. ഇത് കഴിഞ്ഞിട്ട് അനലിൻ. നിങ്ങൾ എഴുതുമ്പോൾ ഈ ഓർഡർ കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ ജനറൽ ഓർഡർ ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, ജനറൽ ഓർഡർ കേട്ടോ. ഓക്കെ, ഇതെടുത്തിട്ട് ഒരു ബോക്സിലാക്കി നല്ല ഭംഗിയിൽ എക്സിബിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. കേട്ടോ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് 3 പേജസ് ഉണ്ട്. 3 പേജിന്റെ ഏറ്റവും എൻഡിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കും ഈ ഓർഡർ കേട്ടോ. ഓക്കെ, ഈ ഓർഡർ ഇത് താഴെ എഴുതണോട്ടോ. എന്തായിരുന്നു? സെക്കൻഡറി വേർഡിൽ എഴുതണോട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡറി എഴുതിക്കോട്ടോ. സെക്കൻഡറി, ടെറിഷറി, പ്രൈമറി, പിന്നെന്താ അമോണിയ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ അനലിൻ. അനലിൻ താഴെ എഴുതി നോക്കുക. Above this order is due to interplay of the inductive effect, solvation effect and steric hindrance. Inductive effect above this order is due to the interplay of എന്തൊക്കെയായിരുന്നു? Inductive effect, solvation effect and steric hindrance. Okay. Steric hindrance. ഹിൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ, തടയുക കേട്ടോ. Steric hindrance above this order is due to interplay of എന്തൊക്കെയായിരുന്നു? Inductive effect, solvation, steric hindrance. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് അവർ ആദ്യം നമ്മൾ പറയുന്നതാണ് ലൂയിസ് ബേസ് എന്നുള്ളത്. സെക്കൻഡ് കൺസെപ്റ്റ് അവർ PKB PKA പറയും. എന്താണ് PKB PKA? KA എന്തായിരുന്നു? KA ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് weak acid or ionization constant of weak acid. PA ചേർക്കുമ്പോൾ എന്തായിരിക്കും? PH of K ആണ്. അപ്പൊ നമ്മൾ അവിടെ പഠിപ്പിച്ചേക്കുന്ന ഒരു കാര്യം ഇതാണ്. KA into KB equal to എന്താണ്? 10 raised to minus 14 കേട്ടോ. KA into KB equal to KW. അപ്പോ അത് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. എന്തായിരുന്നു? അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അവിടെ ഇക്വിലിബ്രിയം കൊടുത്ത് ആ രീതിയിലൊക്കെ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ആദ്യം എഴുതുന്നത്, H+ റിലീസിങ് അനുസരിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് അമീനില് ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ വ്യൂവിലാണ് അവർ പറയുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റിൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്? ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദി പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട് റെഫേർഡ് ടു ആസ് ഇൻഡക്റ്റീവ് എഫക്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റില് ഒരു കൺസെപ്റ്റ് ഇതാണ്. ആർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ആർ എന്ത് ഗ്രൂപ്പാ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഡൊണേറ്റ് ചെയ്താൽ അസിഡിറ്റി കൂടോ, ബേസിറ്റി കൂടോ കുറയോ? നമ്മൾ എന്താ പഠിച്ചിപ്പോ? ആസിഡ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ഇലക്ട്രോൺ. അപ്പൊ ബേസ് എന്തായിരിക്കും? ഡൊണേറ്റ് ഇലക്ട്രോൺ. അപ്പൊ ആർ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ആർ
3n. എത്ര ആർ ഉണ്ട്? 3. R3n. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്ട് വ്യൂവില് ഇൻഡക്റ്റീവ് എഫക്ട് ആണെന്ന് കരുതാം. ഐ എഫക്ട് ആണെങ്കിൽ ഇത് ടെറിഷറി ആയിരിക്കും ഹൈയസ്റ്റ് വരിക. കാരണം എന്താ? ആർ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് വരും. അപ്പൊ ഏറ്റവും ഹൈയസ്റ്റ് ആര് വരും? ടെറിഷറി. പിന്നെ എന്ത് വരും? സെക്കൻഡറി. പിന്നെ എന്ത് വരും? പ്രൈമറി. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്ട് വ്യൂവില് ആണ് ആദ്യം അവർ പറയാം. അപ്പൊ ഒരു പാരഗ്രാഫ് മുഴുവനും ഇൻഡക്റ്റീവ് എഫക്ട് അത് പറഞ്ഞിട്ട് അവർ പറയും എന്താണ്? ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി ആണ്. ഇപ്പോ ഇതാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആള് വരും. ഓക്കെ, ഇൻഡക്റ്റീവ് എഫക്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പഠിപ്പിച്ചേ? സോൾവേഷൻ എഫക്ട്. സോൾവേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ആകും. ഡിസോൾവ് ആകുന്ന ആള് ഏറ്റവും ഈസി ആയിട്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ സോലിബിലിറ്റി ഏറ്റവും ഹൈയസ്റ്റ് ആർക്കായിരിക്കും? പ്രൈമറി. അങ്ങനെ വരുമ്പോ പ്രൈമറി ബേസിക് കൂടും. പിന്നെന്ത് വരും? സെക്കൻഡറി വരും. പിന്നെന്ത് വരും? ടെറിഷറി. പിന്നെ അപ്പൊ എന്തൊക്കെ കഴിഞ്ഞു? ഇൻഡക്റ്റീവ് എഫക്ട്, സോൾവേഷൻ എഫക്ട്. പിന്നെന്തായിരുന്നു? സ്റ്റെറിക് ഹിൻഡറൻസ്. സ്റ്റെറിക് ഹിൻഡറൻസിൽ എന്താ പറയുന്നത്? ബൾക്കി ഗ്രൂപ്പ് ഹിൻഡർ ദ അപ്രോച്ചസ് ഓഫ് ന്യൂക്ലിയോഫൈൽ. ബൾക്കി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ആർ ഗ്രൂപ്പ് അല്ലെ? അപ്പൊ ആർ കൂടിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് എഫക്ട് എന്ത് ചെയ്യും? കൂടും. അപ്പോ ബേസിക് ക്യാരക്ടർ കുറയും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. അപ്പൊ സ്റ്റെറിക് ഹിൻഡറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആർ ഗ്രൂപ്പ് അല്ലെ? എന്നിന് സറൗണ്ടിങ് ആയിട്ട് 3R വരുന്നു. 6 ശരിക്കും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. 6 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ എന്ത് വരും? ഇത് തന്നെ എന്തായിട്ട് എഫക്ട് ചെയ്യും? ഹിൻഡറൻസ്. ഹിൻഡറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവെന്റ് ചെയ്യും. ഹിൻഡറൻസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ബേസിക് ക്യാരക്ടർ നിങ്ങൾക്ക് ഓർഡറിൽ എടുത്താൽ ഞാൻ ആദ്യം പറയും എന്താണ്? ഇൻ ദ ബേസിസ് ഓഫ് ഇൻഡക്റ്റീവ് എഫക്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ കുറെ പേര് എഴുതും സാർ ഇതാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്ത് പറയും? ഇതല്ല, സോൾവേഷൻ എഫക്ട് കാരണം പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ പറയും വീണ്ടും ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 റിസൾട്ട് കിട്ടിയല്ലോ. ഇത് 3 അല്ലെന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ. ഇത് 3 അല്ലല്ലോ. ഏതാണ് ഏറ്റവും ഹൈയസ്റ്റ്? സെക്കൻഡറി. ഇതാണ് ബോക്സിൽ എഴുതി വെച്ചത്. അപ്പൊ എല്ലാവരും കൂടി എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. ഇനി എന്തുകൊണ്ട് ഈ 3 ഈ ഓർഡർ ആണ്? പിന്നെ ഇതായി നിങ്ങൾ പറ. ആവറേജ് എടുക്കും അല്ലെ? ഓർത്ത് നോക്കാം. ആവറേജ് എടുക്കും. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്നിലും ഒരാൾ ടോപ്പായി വന്നില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കണ്ടോ, ഓർത്ത് നോക്കാം. ഈ 3 ഫ്രണ്ടിൽ ഇരിക്കുന്ന 3 പേരാണ് ഫിസിക്സിന് ടോപ്പ്, കെമിസ്ട്രിക്ക് ടോപ്പ്, ദെൻ മാത്സിന് ടോപ്പ്. ഇങ്ങനെ കറക്റ്റ് ആയിട്ടിരിക്കുകയാണെന്ന് കരുതാം കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ ഓൾ എബൌട്ട് ആവറേജ് എടുത്തപ്പോ സയൻസ് ഫസ്റ്റ് ആയി. എന്തുകൊണ്ട്? കണ്ടോ, ഓർത്ത് നോക്കാം. വാട്ട് ഇസ് റീസൺ? ഈ ഫ്രെയിമിൽ ഉണ്ടായില്ല അവര് അല്ലെ? എന്തുകൊണ്ട്? ആവറേജ് അല്ലെ? ആവറേജ് എടുക്കുമ്പോ ഇതിന് തൊട്ട് ഇതിലെല്ലാത്തിലും നോക്കണ്ടോ? തൊട്ട് ബാക്കിൽ അല്ലെ? ഇയാൾ ഫസ്റ്റ് ആയപ്പോ ഫിസിക്സിന് പെട്ടായപ്പോ തൊട്ട് 1 മാർക്ക് കുറഞ്ഞ സയൻസ് ബാക്കിലുണ്ട് ഉണ്ടോ? ഓക്കെ. ദെൻ അല്ലെ ഇയാളെ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ആയപ്പോ തൊട്ട് ബാക്കിൽ 1 മാർക്ക് കുറഞ്ഞ സയൻസ് ഉണ്ട്. അതാണ് ഇത് ആവറേജ് ഉണ്ടോ? അങ്ങനെ ഈ ആവറേജ് എടുത്ത സമയത്ത് അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ഇന്റർപ്ലേ ഓഫ് എന്തായിരുന്നു? ഇൻഡക്റ്റീവ് എഫക്ട്, സ്റ്റെറിക്, സോൾവേഷൻ, സ്റ്റെറിക് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഒരു ഏരിയയിൽ. അപ്പൊ ഇത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ, പിന്നെ ഇത് ഓർഡർ, പിന്നെ ഇത് ഓർഡർ, പിന്നെ ഇത് ഓർഡർ, ഇനി എക്സാമിന് ചോദിക്കുമ്പോൾ വേറെ ഓർഡർ, അങ്ങനെ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രം എഴുതുന്നുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് എഴുതില്ല, ഇത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോ മെയിൻ ഫ്രെയിം എഴുതി. ഇനി നിങ്ങൾ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഇൻ കേസ് ഓഫ് ഗേഷ്യസ് സ്റ്റേറ്റ്, in case of gaseous state, 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 ബേസിറ്റി ഓർഡർ അല്ലെങ്കിൽ ബേസിക് ഓർഡർ. ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്തില്ല? സോൾവേഷൻ ഇല്ല, വെള്ളമില്ലല്ലോ, സോൾവേഷൻ ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ഓർഡർ വരും? ടെറിഷറി വരും. കാരണം ഞാൻ പറഞ്ഞു ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് മോർ പ്രൊമിനന്റ് ആയിട്ട്. ഏതില്ല? സോൾവേഷൻ ഇല്ല, വാട്ടർ ഇല്ലല്ലോ. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് ടെറിഷറി ഗ്രേറ്റർ ദാൻ R3n കേട്ടോ, ടെറിഷറി ഗ്രേറ്റർ ദാൻ. ഇൻ കേസ് ഓഫ് ഗേഷ്യസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ടെറിഷറി ഗ്രേറ്റർ ദാൻ. പിന്നെന്ത് വരും? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, primary greater than NH3 കേട്ടോ. എഴുതുമ്പോൾ ഇത് മുഴുവൻ എഴുതണം കേട്ടോ.
അപ്പോൾ ഇൻ കേസ് ഓഫ് gaseous സ്റ്റേറ്റ് ഈ ഓർഡർ ആണ്. ഇൻ കേസ് ഓഫ് gaseous സ്റ്റേറ്റ് ദിസ് ഓർഡർ. ഇപ്പൊ തന്നെ രണ്ട് ഓർഡർ ആണ്. ഇത് രണ്ടെണ്ണം നിങ്ങൾ നന്നായിട്ട് അൾട്രാ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഒരു എല്ലാ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇൻ കേസ് ഓഫ് മെത്തനമീൻ എന്ന് പറഞ്ഞാൽ ഒരു CH3 മാത്രം, അതിനൊരു സ്പെഷ്യൽ ആണ്. ഇൻ കേസ് ഓഫ് മെത്തനമീൻ ജനറൽ ഓർഡർ, ജനറൽ ഓർഡർ അക്വസ് അല്ല, ഗേഷ്യസ് അല്ല. ഇൻ കേസ് ഓഫ് മെത്തനമീൻ ജനറൽ ഓർഡർ. മെത്തനമീൻ എന്ന് പറയുമ്പോൾ എന്താ, ഏത് ഗ്രൂപ്പാ? മീഥൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ CH3 മാത്രമേ ഉള്ളത് കേട്ടോ. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. CH3 ട്വൈസ് NH, സെക്കൻഡറി തന്നെയാണ് ഏറ്റവും ഗ്രേറ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ പ്രൈമറി വരും CH3 NH2. ദെൻ അത് കഴിഞ്ഞാൽ CH3 thrice N, then NH3, then അനിൽ. ഇവിടെ NH3 അനിൽ അതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ. CH3 ഗ്രൂപ്പ് വന്നാൽ മാത്രമാണ് ഇങ്ങനെ കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ എന്തൊക്കെയാവാം? R2 എന്ന് പറയുമ്പോൾ ഈഥൈലാവാം അല്ലെ, പ്രൊപ്പൈലാകാം, പെന്റൈലാകാം അല്ലെ, അങ്ങനെ എല്ലാം വരാം. അപ്പോൾ ഇതാണ് ജനറൽ ഓർഡർ വരുന്നത്. അപ്പൊ ഇതെന്താ, ജനറൽ ഓർഡർ രണ്ടെണ്ണം ഉണ്ട്, അതിൽ എല്ലാത്തിലും ഉപയോഗിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇനി ഗേഷ്യസ് ഓർഡർ ഇതാണ്. ഗേഷ്യസില് എന്താ എഴുതണ്ടേ? ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി, ദെൻ NH3 അനലിൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ റീസണിന് പകരം ഈ വേർഡിങ് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വെച്ച് പഠിക്കേണ്ടത്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാം. NO2 ഗ്രൂപ്പ്, NO2 ഗ്രൂപ്പ്, കോമ ഹാലജൻ ഗ്രൂപ്പ്. ഹാലജൻ എന്ന് പറയുമ്പോൾ എന്താ? ClBr അല്ലെ, ഹാലജൻ ഗ്രൂപ്പ്, ഹൈഫൺ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ആൻഡ് ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്, ആൻഡ് ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്, ആൻഡ് ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ബേസിക് ക്യാരക്ടർ കുറയും കേട്ടോ, ഓർത്ത് നോക്കുക. ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്, ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല, ഇത് രണ്ടും ഉണ്ടാവില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. ഇത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻസ് നമ്മൾ പെട്ടെന്ന് നോക്കും, എന്നിട്ട് വിടാം. ദെൻ നെക്സ്റ്റ് എന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്, ഒറ്റ പോയിന്റ് കൂടി എഴുതാനുണ്ട് നമുക്ക്. basic character increases, basic character increases, pKb value decreases, pKb value decreases. അത് ബോക്സിലാക്കണം. basic character increases, pKb എന്ത് പറ്റും? decreases. അപ്പോൾ ഒരെണ്ണം basicity കൂടിക്കഴിഞ്ഞാൽ pKb എന്ത് ചെയ്യും? കുറയും. അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ അതിന് പകരം pKb ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ തലതിരിച്ചിട്ടാ പോരെ, മനസ്സിലായി? ഇത് PKB എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഏറ്റവും ഹൈയസ്റ്റ് PKB ഇത് വരും, ഉണ്ടോ? ഓപ്പോസിറ്റ് ആയി വരും. അങ്ങനെ കുറെ എഴുതാൻ പോയി കഴിഞ്ഞാൽ ആയി കൺഫ്യൂസ്ഡ് ആവും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ എവിടെയെങ്കിലും PKB ചോദിച്ചാൽ എന്ത് ചെയ്യണം? ബേസിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ്, ബേസിറ്റിയുടെ ഓപ്പോസിറ്റ്. അപ്പൊ ബേസിക് ക്യാരക്ടറിന് ഓർഡർ പഠിച്ചിട്ട് അതിൽ എഴുതിയിട്ട് മറ്റേത് എന്താക്കുക? ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് നോക്കുക. അതാണ് പഠിക്കാൻ ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്ത് ചെയ്യും? മിക്സ്ഡ് ആവും കേട്ടോ, ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഈ മൂന്നെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് എവിടെ പോയി ആലോചിക്കാനാ പറയണേ കേട്ടോ, ഓർത്ത് നോക്കുക. ബേസിക് ക്യാരക്ടറിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കിട്ടത്തില്ല. 9.4 പറഞ്ഞു മോനെ. KB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞു, അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ്, വീക്ക് ബേസ്. C alpha square divided by 1 minus alpha. ഓർത്ത് നോക്കാം. അപ്പോൾ Ka into Kb equal to 10 raised to minus 14. Pkb plus Pka is equal to 14. എവിടെയാണ് ചാപ്റ്റർ? ഇക്വിലിബ്രിയം. വേറെ പേരൊന്നുമില്ല കേട്ടോ, ഓർത്ത് നോക്കാം.
weak base ആണ് കേട്ടോ. ഓർത്തോ അയനൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് weak acid or ionization constant of weak base. കേട്ടോ ഓർത്തോ. pH ഓർമ്മയില്ലേ? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസ്റ്റന്റ്, അതിന്റെ ആ ഒരു ടോപ്പിക്കിലാണ് കേട്ടോ ഓർത്തോ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇതില് ടെക്സ്റ്റ് ബുക്കിലെ 9.4 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്, ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്, ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. എന്നിട്ട് ആ കോമ്പൗണ്ടുകൾ എഴുതി വെക്കുക. C6H5NH2, C6H5NH2, C6H5N CH3 twice, C6H5NH2, C6H5N CH3 twice. Then C2H5 twice NH, C2H5 twice NH. Then next CH3NH2, CH3NH2. ഇതിന് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ABC എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ABCD. ഇവര് ചോദിക്കുന്നത് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എന്നാണ്. അപ്പൊ ലോവസ്റ്റിന്ന് ഹയസ്റ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചതിലെല്ലാം ഹയസ്റ്റ് ടു ലോവസ്റ്റ് പഠിച്ചേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തലകുത്തി പറയാനൊന്നും പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഇൻക്രീസിംഗ് ഓർഡർ ചോദിക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഇവിടെ എഴുതാം, സെക്കൻഡ് ഹയസ്റ്റ്, തേർഡ് ഹയസ്റ്റ് കേട്ടോ ഓർത്ത് നോക്കുക. അങ്ങനെ അല്ലാതെ നിങ്ങൾ അവർ ചോദിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തല ആലോചിച്ച് വെക്കണ്ട. സാറ് പറഞ്ഞേക്കുന്നത് ഇതെന്താ ഹയസ്റ്റിന്ന് ലോവസ്റ്റാ പഠിപ്പിച്ചേക്കുന്നത്, ഡിക്രീസിംഗ് ഓർഡർ. അപ്പോൾ പഠിച്ചേക്കുന്ന ഒരു ഓർഡർ ആണെങ്കിൽ അതുപോലെ ആലോചിച്ചാൽ മതി, അല്ലാതെ ഇടക്കിടക്ക് പറഞ്ഞൊക്കെ കൂടി തെറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ബേസിക് ഏതാ എനിക്ക് വേണ്ടത്? അതാ ഹയസ്റ്റ് ബേസിക് ഏതാ? സി ആണ് അല്ലെ? ഓക്കെ, സി ആണ്. സെക്കൻഡ് ഹയസ്റ്റ് ഏതായിരിക്കും? ഹയസ്റ്റ് ബേസിക് എന്തുകൊണ്ടാ? സെക്കൻഡറി ആയതുകൊണ്ടാ അല്ലെ? ഓക്കെ, അപ്പൊ സി ആണ് ഹയസ്റ്റ് ബേസിക്. സി ഗ്രേറ്റർ ദാൻ കൊടുത്തു. ഇനി എന്തായിരിക്കും? ഡി ഉണ്ട്, ബി ഉണ്ട്. ബി ടെറിഷറിയാ. ശരിക്കും ഉണ്ട്, ഇവിടെ ടെറിഷറി ഉണ്ട്. പക്ഷെ ബി എടുക്കാൻ പറ്റത്തില്ല, അത് ബെൻസീനാണ്. ബെൻസീനെ കണ്ടാവന്റെ ഇതാണ് പൊസിഷൻ, അതാണ് ആലോചിക്കേണ്ടത്. കണ്ടോ, അങ്ങനെ തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ തരുന്ന ഓർഡറിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടം വരെയുള്ളൂ, 1 2 3, എന്നിട്ട് ബാക്കി സ്റ്റേറ്റ്മെന്റ് എഴുതി പോകും. പക്ഷെ ഈ ഓർഡർ ആക്കുന്നത് നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റൻ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇതേപോലെ ആലോചിച്ച് കഴിഞ്ഞാൽ എറർ വരില്ല. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തന്നിട്ട് നേരെ ക്വസ്റ്റിനിലേക്ക് പിടിക്കുന്നത്. അപ്പോ എന്തായിരിക്കും? ഡി കേട്ടോ. ഓർത്ത് നോക്കുക, ഡി ആവാൻ കാരണം ബെൻസീൻ വന്ന ലാസ്റ്റ് ആണ്. ഇനി ഓർത്ത് നോക്കുക, ദേ ഇവിടെ ബെൻസീൻ ഉണ്ട്, ഇവിടെയും ബെൻസീൻ ഉണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ കൊണ്ടുവരേണ്ട പരിപാടി എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ടല്ലോ. CH3 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാന്ന് എഴുതി വെച്ചേക്കുന്നത്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വന്നാൽ പിന്നെ എന്ത് വരും? ബേസിക് സ്ട്രെങ്ത് കൂടും. ഇതിന് മാത്രമേ ഉണ്ടോ? ഇതിനുള്ളൂ. പ്രൈമറിക്ക് എന്ന് പറയുന്ന സമയത്ത് ബെൻസീൻ ഇല്ല. ബെൻസീൻ വന്ന ലാസ്റ്റാ, പിന്നെ മറ്റേ റൂളാ. അപ്പൊ എന്താണ്? CH3 ഗ്രൂപ്പ് വന്ന ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്, ബേസിക് സ്ട്രെങ്ത് കൂടും. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ബി. അത് കഴിഞ്ഞാൽ പിന്നെന്ത് വരും? കേട്ടോ. ഓർത്ത് നോക്കാം, ഒന്ന് എഴുതിക്കോ കേട്ടോ. ഓക്കെ, അതിന്റെ പി ആണ് കേട്ടോ. ഓക്കെ, ഒരു 10 മിനിറ്റ് വൈകിട്ടുള്ളൂ കേട്ടോ. അപ്പോ അതിന്റെ പി ആണ്. വീഡിയോ ഓഫ് ചെയ്തു കേട്ടോ.